ഹലോ. Move back. Bye, Dee. Bye, darling. അതെടി, നാളെ നിഷയുടെ ബർത്ത്ഡേ. നാളെ എന്തായാലും നമുക്ക് അടിച്ചു പൊളിക്കാൻ കേട്ടോ. എന്റെ പേര് ജെനി. ഞങ്ങളെല്ലാവരും ഒന്നിച്ചു പഠിച്ചവരല്ല, വേറെ വേറെ സ്ഥലത്ത് നിന്നും ഇങ്ങോട്ടേക്ക് ജോലിക്ക് വേണ്ടി വന്നതാ. ഞങ്ങൾ തമ്മിൽ ഒരിക്കലും ഇതുവരെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. രാവിലെ തുടങ്ങിയോ?
നിന്റെ ആളിനെ കണ്ടായിരുന്നോ? ജസ്റ്റ് മിസ്. നീ ദിവസം അവന് ടാറ്റ കാണിക്കുന്നുണ്ട്, പക്ഷെ എന്ന് അവൻ ടാറ്റ തിരിച്ചു കാണിക്കുന്ന അറിയില്ല. എനിക്ക് ടാറ്റ കാണിക്കുന്നൊക്കെ നിക്കട്ടെ, നിനക്ക് വേണ്ടി താഴെ ഒരു ഫിനാൻഷ്യർ വെയിറ്റ് ചെയ്തോണ്ടിരിക്കാം. ആദ്യം അത് പോയി നോക്ക്. എന്താന്ന്? ഫൈനാൻഷ്യറോ? യാ. അതാരായിരിക്കും? ഈ ലൂസിനെ കൊണ്ട് വയ്യ. എന്തു വേണം? പുതിയ പടം കോപ്പി ചെയ്തുകൊണ്ട് വന്നിരിക്കുക. ഏത് പടം? ഇരുട്ട് മുറിയിൽ ഇടിമുഴക്കം. ഒന്നിച്ച് കണ്ടാലോ? വാ. നിന്നെ ഞാൻ വെച്ചിട്ടുണ്ട്. ദേ. ഓക്കെ, എനിക്ക് ജോലിക്ക് പോകാൻ സമയായി. ഞാൻ പോയില്ലെങ്കിൽ ആ വൃത്തികെട്ടവൻ എന്നെ കൊല്ലും. ബൈ. ചേട്ടാ, ഒന്ന് വണ്ടി ഒന്ന് നിർത്തോ? ശരി മാഡം. ഇത് കളിച്ചോണ്ടിരുന്ന ഇറങ്ങേണ്ട സ്ഥലം മിസ്സേ. ഇതാ, താങ്ക്സ്. എന്റെ നിത്യാനന്ദ സ്വാമി, ഒരൊറ്റ രാത്രി കൊണ്ട് എനിക്കും വലിയവനാകണം. ഇവിടെയുള്ള വസ്തുക്കളെല്ലാം വിറ്റ് ജീവിതത്തിൽ സെറ്റിലാവണം. അതിനവിടെ എന്നെ അനുഗ്രഹിക്കണം. അനുഗ്രഹിക്കൂലേ? എനിക്കിട്ട് തന്നെ ആപ്പ് വയ്ക്കുകയാണോ? നമസ്കാരം വന്നാട്ടെ നമസ്കാരം സാറേ. ഞങ്ങൾക്ക് കൈലാസത്തില് ഒരു ലാൻഡ് വാങ്ങണം. തീർച്ചയായും വാങ്ങാം. അത് വാങ്ങിത്തരാനല്ലേ ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. എത്ര ഏക്കറാ വേണ്ടത്? 1 ഏക്കർ വേണം. 1 ഏക്കറിന് 10 ലക്ഷം രൂപയാകും. 1 ലക്ഷം രൂപ അഡ്വാൻസും കൊടുക്കണം. 1 ലക്ഷം. സാർ, ഒരു സാമ്പിളെങ്കിലും കാണിക്കാൻ പറ്റുമോ? സാമ്പിൾ? ഒരു മിനിറ്റ്. പ്രിയ. പ്രിയയോ? പറയണം സാർ, എന്താ വേണ്ടേ? ഇവർക്ക് 2 പേർക്കും 2 ജ്യൂസ് എടുത്തോണ്ട് വാ. ഹോട്ട് വേണോ, കൂള് വേണോ? നീ എന്ത് തന്നാലും എനിക്ക് ഓക്കെയാ. ഞാൻ പോയിട്ട് കൊണ്ടുവരാം. തന്റെ അടുത്ത് അവള് ചോദിച്ചായിരുന്നോ? അളിയാ, ഈ കൈലാസം തന്നെ ഇങ്ങനെയാണെങ്കിൽ അപ്പോ ആ കൈലാസം എങ്ങനെ ഉണ്ടാവുമല്ലേ? അടിപൊളിയായിട്ടുണ്ടാവും. പുറത്തു പോ. വന്ന കാര്യം എന്താന്ന് വെച്ചാ പറ. സാർ, ഞങ്ങൾക്ക് ഡബിൾ ഓക്കെയാണ് സാർ. ഇപ്പൊ തന്നെ വിസ റെഡിയാക്കിക്കോളൂ സാർ. എന്താ പറഞ്ഞ? വിസയോ? അതെ, ഞങ്ങള് കൈലാസത്തിലേക്ക് പോവണ്ടേ? ദാ ഈ ഇരിക്കുന്ന കൈലാസത്തിൽ പോവാൻ എന്തിനാ വിസ? ദോ ഇരിക്കുന്ന കൈലാസം എന്നോ? സാർ, ഞങ്ങൾക്ക് ഫ്ലൈറ്റിലല്ലേ സാർ പോവേണ്ടത്? എടാ, നിങ്ങൾ ഏത് കൈലാസത്തിനെ കുറിച്ചാ ഈ പറഞ്ഞോണ്ടിരിക്കുന്നത്? നിങ്ങൾ ഏത് കൈലാസത്തിനെ കുറിച്ചാണ് പറഞ്ഞോണ്ടിരിക്കുന്നേ? ഇടുക്കിക്കടുത്തുള്ള എന്റെ ലാൻഡ് കൈലാസത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്നത്. എന്തോന്ന്? ഇടുക്കിയോ? സാർ, നിങ്ങൾ പറയുന്നത് ആ കൈലാസമല്ലേ? ഇന്നോ പണം എടുത്തോ, പാസ്പോർട്ടും പിടിച്ചോ. ഈ കണക്കിന് പോയ ആ കൈലാസത്തിന് ഞാനാണ് ഏജന്റ് എന്ന് പറഞ്ഞ് എന്നെ പിടിച്ചകത്താക്കുമല്ലോ. പോടാ എടുത്തോണ്ട്. സാർ, ഒരു ചെറിയ റിക്വസ്റ്റ്. എന്ത് റിക്വസ്റ്റ്? ഇപ്പൊ വന്നിട്ട് പോയില്ലേ ഒരു ഫിഗർ, അതിനെ വീണ്ടും ഒന്നിങ്ങോട്ട് വരാൻ പറയാമോ? ഞാൻ കണ്ടിട്ട് പോയിക്കോളാം. നീ രണ്ടിനും ഞാൻ തല്ലിക്കൊല്ലു. മര്യാദയ്ക്ക് ഇവിടെ പോയിക്കോ. ഇറങ്ങി പോടാ. ജ്യൂസ് ഇവിടെ വെച്ചിട്ട് പോടാ. പോടാ. സാർ വന്നോ? സാർ, ഗുഡ് മോർണിംഗ് സാർ. വന്നത് തന്നെ ലേറ്റ്, അതിനൊരു ഗുഡ് മോർണിംഗ് വേറെ അല്ലേ? 6 മാസമായിട്ട് ഒരു ഫ്ലാറ്റ് പോലും നീ വിറ്റിട്ടില്ല. പോകുന്നുണ്ടോ? പോയി ജോലി ചെയ്യാൻ നോക്ക്. പോ. മനസമാധാനത്തോടൊരു ജ്യൂസ് കുടിക്കാൻ പോലും സമ്മതിക്കില്ല. ഹലോ. ഈവനിങ് നിഷയുടെ ബർത്ത്ഡേ പാർട്ടി ഉണ്ടടി. ഓ, നീ നേരത്തെ വരണേ. ഓക്കെ, ഞാൻ വന്നേക്കാം. ഇഡിയറ്റ്. എന്തു പറ്റിയടി? ഒന്നുമില്ല ബി, വാ പോവാം.
കഴിച്ചു വയറ് നിറച്ചും കഴിച്ചോണം. ഓക്കെ അല്ലേ? എടി, കുറച്ച് കഴിക്കല്ലേ? കഴിച്ചാ മതി. ഇത് കഴിച്ചോ. ഓ, ഇത് നിന്റെ ട്രീറ്റ് അല്ലേ? എന്തായാലും ഞാൻ നന്നായിട്ട് കഴിക്കാൻ പോവാ. മാം എനിത്തിങ്? Enough, thank you. ഓക്കെ മാഡം. അപ്പൊ ഇങ്ങതാ എന്തേരി എന്താണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്? അല്ല അപ്പേ പേഴ്സ് എടുക്കാൻ ഞാൻ മറന്നുപോയിന്ന് തോന്നുന്നു. എന്താടി പറയുന്നേ? നിന്നെ വിശ്വസിച്ചിട്ടല്ലേ ഞങ്ങൾ എടുക്കാതെ പോന്നേ. അയ്യോ. ഓക്കെ, നോ പ്രോബ്ലം. ഇതിനെന്തിനാ ഫീൽ ചെയ്യുന്നത്? ശരി, ബിൽ എത്രയാ വന്നത്? 3300 അടേ. ഹെലൻ, ആ ഡെയിലി നിന്റെ പിന്നാലെ ഒരുത്തൻ കറങ്ങാറില്ലേ? അവന്റെ പേരെന്താ? ആരാടി? ഓ അതാ ആ, വിഷ്ണു. വിഷ്ണു. ആ കോമഡി പീസിന് ഒന്ന് കോൾ ചെയ്ത് തരോ? എടാ വിഷ്ണു, എടാ നിനക്കൊരു കോള് വരുന്നു. അല്ല, നമ്മുടെ പപ്പിയാണല്ലോ. എന്തിനാടാ എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നെ? കോൾ എടുക്കാൻ നോക്ക് നീ. കട്ട് ചെയ്തടി. വിഷ്ണു, നിന്റെ അനിയത്തിക്ക് ഫീസ് അടയ്ക്കാൻ 2000 രൂപ കുറവുണ്ടടാ. നിന്റെ അടുത്ത് ഉണ്ടെങ്കിൽ ഒന്ന് താടാ. ഒന്ന് പോമേ, മിണ്ടാതിരിക്കുന്നുണ്ടോ? ഡീസൽ അടിക്കാൻ പോലും കാശില്ല. ഞാൻ അവിടെ കിടന്ന് കഷ്ടപ്പെട്ടോണ്ടിരിക്കുക. 2000 രൂപയ്ക്ക് ഞാൻ അവിടെ പോവാനാ? അച്ഛൻ വന്ന ഉടനെ തന്നെ വാങ്ങിച്ചു തരാടാ. ഒന്ന് താ മോനെ. അമ്മ ഒന്ന് പോകുന്നുണ്ടോ മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്? ഹലോ, അറ്റൻഡ് ചെയ്തു. ഹലോ. ആ പറയൂ ഹെലൻ. വിഷ്ണു, ഞാൻ ഹെലനല്ല, ഹെലന്റെ ഫ്രണ്ട് അഭിയ സംസാരിക്കുന്നത്. ആ പറഞ്ഞോ പറഞ്ഞോ പറഞ്ഞോ. എന്താ കാര്യം? എനിക്കൊരു ചെറിയ സഹായം ചെയ്യാൻ പറ്റുമോ? എന്താ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? പറഞ്ഞോ, ഞാൻ എന്ത് ഹെൽപ്പാ ചെയ്യേണ്ടത്? ഇന്ന് ഹെലന്റെ ബർത്ത്ഡേ ആണ്. സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഹോട്ടലിലേക്ക് വന്നതാ. വന്നതിന് ശേഷം അറിഞ്ഞത് ഞങ്ങൾ പേഴ്സ് മറന്നു വെച്ചു. അയ്യോ. സോ 4000 ജിപേ ചെയ്യാൻ പറ്റുമോ? നോ പ്രോബ്ലം. നമ്പർ മാത്രം ഇങ്ങോട്ട് അയച്ചാ മതി. ഇപ്പൊ തന്നെ അയച്ചേക്കാം. ഈ നമ്പറിലേക്ക് അയച്ചേക്കാം. ഹെലൻ നാളെ തന്നെ തിരിച്ചു തന്നേക്കും. ഓക്കെ, തിരിച്ചൊന്നും തരേണ്ട ഒരു ആവശ്യമില്ല. ഹെലനെ, ഞാൻ തരുന്ന ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിക്കോട്ടെ. താങ്ക് യു വിഷ്ണു. എന്റെ അമ്മോ, സെൻഡായി. അമ്മേ, അത് പിന്നെ എന്താണ് നോക്കുന്നേ? എന്നാ ചെക്കന്മാര് ജോലി ചെയ്ത കാശ് മുഴുവൻ വീട്ടുകാർക്ക് കൊടുത്തിട്ടുള്ളത്. അവന്മാര് ശരിക്കും കഴിക്കുകയില്ല, വീട്ടിലേക്ക് മുഴുവൻ കൊടുക്കുകയില്ല. നമ്മളെ പോലുള്ള പെൺപിള്ളേര് ഷോപ്പിങ്ങിനും പബ്ബിലും ഒക്കെ വിളിച്ചു കഴിഞ്ഞാ ഉടനെ വായും തുറന്നു വെച്ച് വന്ന് ചെലവി. അപ്പൊ നമ്മളാണെങ്കിലോ എപ്പ യൂസ് ചെയ്യണോ ആ കറക്റ്റ് സമയത്ത് യൂസ് ചെയ്യണം. ഇത് പെൺപിള്ളേരെ നശിപ്പിക്കാൻ വേണ്ടി അല്ലടി, ജസ്റ്റ് ഇൻഫോർമേഷൻ. നീയാണ് കൊള്ളാലോടി. കണ്ണു കാണില്ലേ? സോറി മാഡം. ഒരു ഒറ്റ ഒന്നും വെച്ച് ഒന്നോണ്ടല്ലോ. സർ, മിനിസ്റ്റർ ആരോഗ്യം. എന്താ മാഡം? മാഡം ഒരു മുന്നറിയിപ്പില്ലാതെ അങ്ങോട്ട് ഇരിക്കും മാഡം. മാഡം, ടീ കോഫി? ഒന്നും വേണ്ട വെറുതെ. വേറൊന്നുമില്ല വെറുതെ. ഒരു പ്രധാനപ്പെട്ട കാര്യം. അതാ ഞാൻ നിന്നെ കാണാൻ വേണ്ടി വന്നേ. പറഞ്ഞോളൂ മാഡം. എന്റെ കൂടെ ഇത്രയും വർഷം ഉണ്ടായിരുന്നവൻ തന്നെ എനിക്കിട്ട് പണിതു. നീ എന്റെ വിശ്വസ്തനായതുകൊണ്ടാ നിന്നോട് ഞാൻ കോൾ ചെയ്ത് പറഞ്ഞേ. അതുകൊണ്ട് ഈ ഹാർഡ് ഡിസ്ക് എന്റെ അടുത്ത് ഇരിക്കുന്നതിനേക്കാളും ഇപ്പൊ നിന്റെ അടുത്ത് ഇരിക്കുന്നതാ കൂടുതൽ സേഫ്. മാഡം ഒന്നുകൊണ്ട് പേടിക്കണ്ട, ഇതെന്റെ അടുത്ത് സേഫ് ആയിരിക്കും. അത് പറഞ്ഞിട്ട് പോകാൻ വേണ്ടി വന്നതാ. ഓക്കെ മാഡം. മിനിസ്റ്ററുടെ കയ്യിലുണ്ടായിരുന്ന ഹാർഡ് ഡിസ്ക് ഇപ്പൊ വരദന്റെ കയ്യിലേക്ക് വന്നിരിക്കുക. അതെങ്ങാനും നമ്മുടെ കയ്യിൽ കിട്ടിയാ നമുക്ക് പല കോടികളും സമ്പാദിക്കാം. കഴിഞ്ഞ പ്രാവശ്യം മിസ് ചെയ്ത പോലെ ഈ പ്രാവശ്യം മിസ് ചെയ്യാനേ പാടില്ല.
ഓട്ടോ 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 ചേട്ടാ ഗാന്ധിനഗർ വരെ പോവാം. ആ പോവാം മാഡം. ഒരു 100 രൂപ തരുമോ മാഡം? ഓക്കെ. ആ കയറിക്കും. ഈശ്വര, ഇന്നൊരു ഫ്ലാറ്റെങ്കിലും സെയിലാവണേ. സർ, കൈലാസം റിയൽ എസ്റ്റേറ്റിൽ നിന്ന് സംസാരിക്കുക. സൈറ്റ് കാണാൻ വരുന്നു എന്ന് പറഞ്ഞിരുന്നല്ലേ? ഇന്ന് വരുമോ സാറേ? ഇന്ന് ഞാൻ അല്പം ബിസിയാ, അടുത്ത ആഴ്ച വരാം. ഓക്കെ സർ. ഹലോ സർ, കൈലാസം റിയൽ എസ്റ്റേറ്റിൽ നിന്ന് സംസാരിക്കുക. ഇന്ന് സൈറ്റ് കാണാൻ വരുന്നുണ്ടോ? നിനക്കൊന്നും വേറെ ജോലിയില്ലേ? എപ്പോ നോക്കിയാലും ചലഞ്ച് ചെയ്തോണ്ടിരിക്കുകയാണല്ലോ. ഇവിടെ ഉള്ള പ്രശ്നം തീർക്കാൻ പറ്റുന്നില്ല. അപ്പോഴാ ഒന്ന് ഫോൺ നോക്കിയേ. വിമൽ, ഹലോ, നമസ്കാരം സാർ. നമസ്കാരം. നിങ്ങളാരാ? ഞാൻ കൈലാസാണ് സാറേ സംസാരിക്കുന്നത്. സാറിന് സുഖമാണോ? ഈയാണോ? ഈ കോൾ ചെയ്താൽ തന്നെ എനിക്ക് അസുഖം. ഫോൺ നോക്കി. അയ്യോ, താൻ വെച്ചിട്ട് പോയാല് ഞങ്ങൾക്ക് എന്താ വേറെ കസ്റ്റമേഴ്സ് ഇല്ലേ? ദാ ഇപ്പൊ ശരിയാക്കി തരാം. ഹലോ ഹലോ, പറഞ്ഞോ. സാർ, ഞങ്ങൾ കൈലാസം റിയൽ എസ്റ്റേറ്റിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഇപ്പൊ പുതുതായി എയർപോർട്ടിന്റെ അടുത്തൊരു ലാൻഡ് വന്നിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച ഇതുപോലെ എയർപോർട്ടിന്റെ അടുത്തുനിന്ന് കൂട്ടിക്കൊണ്ട് പോയിട്ട് രാവിലെ പുറപ്പെട്ടതാ. സൈറ്റ് എത്തിയപ്പോഴേ വൈകിട്ടായി. സാറേ, അവിടുന്ന് നെടുമ്പാശ്ശേരി അടുത്ത് തന്നെ അല്ലേ? എടോ, എനിക്ക് വായിൽ നന്നിട്ട് വരുന്നുണ്ട്. താനെ കൊണ്ടുപോയത് തിരുവനന്തപുരത്താ. രാവിലെ ഒരു നല്ല മൂഡിലിരിക്കുക. വെറുതെ ദേഷ്യം പിടിപ്പിക്കല്ലേ. ഹലോ, നമസ്കാരം സാർ. എന്താ കാര്യം പറഞ്ഞോളൂ. ഞാൻ കൈലാസ റിയൽ എസ്റ്റേറ്റിൽ നിന്നാണ് സംസാരിക്കുന്നത്. സംസാരിച്ചോ. ഞങ്ങള് നിങ്ങളുടെ ബഡ്ജറ്റിൽ കുറച്ച് സ്ഥലം തരാം സാർ. എന്റെ ബഡ്ജറ്റിലോ? അതെ സാർ. എന്റെ ബഡ്ജറ്റ് 10,000 രൂപ. അതിന് സ്ഥലം ഉണ്ടാവോ? 10,000 എങ്ങനെ കിട്ടും സാറേ? 1/2 കിലോമീറ്റർ റെയിൽവേ സ്റ്റേഷൻ, 5 കിലോമീറ്റർ എയർപോർട്ടിലേക്ക്, വീടിന് ചുറ്റും ഒരുപാട് ഷോപ്പിംഗ് മാൾസ്, അങ്ങനെ അങ്ങനെ ഒരുപാട് സൗകര്യങ്ങളുണ്ട് സാർ. അതെയോ? എവിടെയാ? എറണാകുളത്ത് തന്നെയാണ് സാർ. എറണാകുളത്ത് എവിടെയാ? പൊതുശ്മശാനം ഉണ്ടല്ലോ, അവിടെ തന്നെ. എന്തോന്ന്? ശ്മശാനത്തിലോ? അതെ, താൻ തരുന്ന കാശിന് ശ്മശാനത്തിലല്ലാതെ പിന്നെ സ്വിറ്റ്സർലാൻഡിൽ തനിക്ക് സ്ഥലം തരാൻ പറ്റുമോ? എടോ, താനൊന്ന് ഫോൺ വെക്കേ. ഡാ, നീ എന്തിനാടാ എന്നോട് ഫോൺ വെക്കാൻ പറയുന്നേ? ഞാൻ ഇങ്ങനെ സംസാരിക്കൂ. 10,000 രൂപയ്ക്ക് സ്ഥലം വാങ്ങിക്കാൻ വന്നിരിക്കുന്നു. മോളെ പൊക്കുന്നോ? ഡാ, ഞാൻ നിന്റെ ഭാര്യയെ പൊക്കോടാ. വെക്കടാ വെക്കടാ, ടോർച്ചർ ചെയ്യാതെ വെക്കടാ. ഈ നാരുടെ മുഖമാണ് കണി കണ്ടതെന്ന് അറിയില്ലല്ലോ എന്റെ ദൈവമേ. സാർ, എന്താടി? ഒന്നങ്ങോട്ട് നോക്കി. ആ? ഓ, ദാ വരുന്നു. അല്ല, എന്തു പറ്റി? ആരോ സ്ഥലം നോക്കാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ. വരുന്നുണ്ടോ ഇല്ലയോ? ഞാനും ദിവസവും ട്രൈ ചെയ്തോണ്ടിരിക്കുക സാറേ. സ്ഥലം നോക്കാൻ വരുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ ആരും വരുന്നില്ല. ദിവസവും ഇതുപോലെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞോണ്ടിരിക്കെ. ചെല്ല്, മാസാമാസം നിനക്ക് ശമ്പളം തരുന്നത് തന്നെ വേസ്റ്റാ. എക്സ്ക്യൂസ് മീ, നിങ്ങളോട് ഞാനൊരു ജോബ് ചോദിച്ചിരുന്നില്ലേ, അതെന്തായി? എക്സ്ട്രീംലി സോറി, ഞാൻ അക്കാര്യം മറന്നുപോയി. നിങ്ങളെ റെസ്യൂം സെൻഡ് ചെയ്യൂ. ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ്. നമ്പർ പ്ലീസ്. നോട്ട് ചെയ്തോളൂ. 8852 82236. ഓക്കെ. ആൻഡ് യുവർ ഗുഡ് നെയിം? ഐ എം വിമൽ. എവിടെയാ വാടക? മാസം ആദ്യം തന്നെ വാടക തരണമെന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ? ഏതെങ്കിലും മാസം കൃത്യമായിട്ട് വാടക തന്നിട്ടുണ്ടോ? സർ, പ്ലീസ് ഒരല്പം സമയം തരണം സർ. എല്ലാം എൻ്റെ തലവിധി. വേഗം കൊണ്ട് വരണം. എല്ലാത്തിനും കാരണം ഇവളാ. ഛേ, അബി, ഹൗസ് ഓണർ ചീത്ത പറഞ്ഞു പോയത് നീ കേട്ടില്ലേ?
നീ കാരണം ഹൗസ് ഓണർ വഴക്ക് ഞങ്ങൾ കേട്ടത്. എന്നിട്ട് നീ ഇവിടെ സൂചിച്ചു കിടന്ന് ഉറങ്ങുകയാണല്ലേ? എന്തിനാടി ഉറങ്ങും ഇങ്ങനെ ഡിസ്റ്റർബ് നീ ഉറങ്ങുന്നത് പോലെ അഭിനയിച്ചത് മതി. ഞങ്ങളൊക്കെ ഇത്രയും പറഞ്ഞോണ്ടിരിക്കുന്നത് നീ ഒന്നും കേൾക്കുന്നില്ലേ? ഒരു മാസമാണെങ്കിൽ കുഴപ്പമില്ല. എല്ലാ മാസവും ഇങ്ങനെ ചെയ്തോണ്ടിരുന്നാ ഞങ്ങൾ എന്ത് ചെയ്യാനാ? നീ അത് പറയേ. എന്താടി ഇത്? ഞങ്ങൾ ഇത്രയൊക്കെ പറഞ്ഞിട്ട് നീ ഒന്നും പറയാതെ ഇങ്ങനെ ഗെയിം കളിച്ചോണ്ടിരുന്നാൽ എങ്ങനെയാ? എന്താടി ഞങ്ങൾ കണ്ടിട്ട് നിനക്ക് എന്താ തോന്നുന്നേ? ഇപ്പൊ എന്താടി നിങ്ങളുടെയൊക്കെ പ്രശ്നം? കാശല്ലേ? എത്ര കൊടുക്കണ്ടേ? എല്ലാം എണ്ണി വെച്ചോ. കാശ് വന്ന ഉടനെ തന്നെ ഞാൻ തരും. ഇവളാള് വലിയ സംഭവം തന്നെയാ. എടി അബി, കഴിച്ചിട്ട് പോടി. രാവിലെ തന്നെ എന്തിനാടി അവളെ വഴക്ക് പറഞ്ഞത്? പൈസ ഉണ്ടെങ്കിൽ അവള് തരില്ലേ? നല്ലൊരു ജോലി ഇല്ലാതെ അവൾ ഇപ്പൊ തന്നെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ആ സമയത്ത് തന്നെ പോയി. അപ്പൊ അവള് ചെയ്യുന്നൊന്നും നീ കാണുന്നില്ലേ? ദാ കണ്ടില്ലേ, ഇപ്പൊ തന്നെ അവളൊന്നും കഴിക്കാതെ പോയിരിക്കുക. എന്റെ കസ്റ്റമർ സാറിനോട് സംസാരിക്കണമെന്ന് പറയോ സാർ? തന്റെ കസ്റ്റമർ എന്തിനാ എന്നോട് സംസാരിക്കുന്നത്? അല്ല സാറേ, സാറ് തന്നെ ഒന്ന് സംസാരിച്ച് നോക്കണം സാറേ. അയ്യോ, ഫോണ് വല്ലാത്ത ചൂടാണല്ലോ. ഹലോ, നമസ്കാരം സാർ. നമസ്കാരം സാർ. പ്രിയ നിങ്ങളുടെ റിയൽ എസ്റ്റേറ്റിനെ പറ്റി പറഞ്ഞായിരുന്നു. കൈലാസയിലെ എനിക്കൊരു 10 ഫ്ലാറ്റ് എങ്കിലും വേണം സാർ. 10 ഫ്ലാറ്റോ? സാർ തീർച്ചയായിട്ടും വാങ്ങിച്ചു തരാം സാർ. പറയണം സാർ. സ്ഥലം ഒന്ന് നേരിട്ട് കണ്ടിട്ട് ഒരു 3 ദിവസത്തിൽ രജിസ്റ്റർ ചെയ്തേക്കാം. ഓക്കെ സാർ ധൈര്യമായിട്ട് വന്നോളൂ സാർ. ആദ്യം നീ ഫോണൊന്ന് പിടിക്കേ. അയ്യോ, എനിക്കൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇങ്ങോട്ട് വന്നിരിക്കേ. ഇരിക്കുന്നേ. ഇരിക്കും ബാബാ. ഇരിക്കവിടെ. വിളിച്ചിരുന്നു സാർ. അബി, പോയിട്ട് ഞങ്ങൾക്ക് 2 പേർക്ക് 2 ജ്യൂസ് എടുത്തോണ്ട് വാ. എന്താ നോക്കിക്കൊണ്ട് നിൽക്കുന്ന? പോ. 10 പ്ലോട്ട് വാങ്ങിക്കാനും മാത്രം അങ്ങനെ എന്ത് ബിസിനസ് അദ്ദേഹം ചെയ്യുന്നേ? അദ്ദേഹം വലിയ വലിയ ബിസിനസ് ഒക്കെ ചെയ്യുന്ന. അത്രയ്ക്ക് അങ്ങ് വലിയ ബിസിനസ്? നേരവും കാലവും നോക്കാതെ അവള് കേറി വന്നോളും. കൊണ്ടുവാ. ഇതാ മോളെ, നീ കുടിക്കേ. താങ്ക് യു സർ. ഇന്നലെ വന്നവളാ 10 പ്ലോട്ടാ വിറ്റത്. നീയാണെങ്കിലേ ഒന്നിനും ഒരു ലായ്ക്കില്ല. എന്താ എന്നെ തല്ലാൻ വരുന്ന പോലെയാണല്ലോ നോക്കുന്നത്? എന്നെ തല്ലണമെങ്കിലേ ഇനി ഒരു ജന്മവും കൂടി നീ ജനിക്കേണ്ടി വരും കേട്ടോ. ദേ നോക്കൂ വച്ചേ, ജോലി ഇല്ലെങ്കിലേ നീ തെണ്ടേണ്ടി വരും. അത് ഓർത്തോ. സാർ, എന്തെങ്കിലും ജോബ് വേക്കൻസി ഉണ്ടോ? റസീം തന്നിട്ട് പോയിക്കോളൂ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ കോൾ ചെയ്യാം. ഇവിടെ ഉള്ളവർക്കൊന്നും ചെയ്യാനുള്ള ജോലിയില്ല. വേറെ എവിടെയെങ്കിലും പോയി ട്രൈ ചെയ്തോളൂ. ജോലിയുണ്ട്, പക്ഷെ വേക്കൻസി ഇവിടെയല്ല. ഗസ്റ്റ് ഹൗസ് വരെ ഒന്ന് വരേണ്ടി വരും. ഞാൻ അബിയാണ്. പറഞ്ഞോളൂ. നിങ്ങളുടെ അടുത്തൊരു ജോബ് ചോദിച്ചിരുന്നില്ലേ, എന്തായി? ഓ വെൽ, ഞാനത് ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും അപ്ഡേറ്റ് വന്നാൽ ഞാൻ അറിയിക്കാം. ഓക്കെ ഓക്കെ വിമൽ. ഒരു മാസമാണെങ്കിലും കുഴപ്പമില്ല. ഓരോ മാസം ഇങ്ങനെ തന്നെ പോവുകയാണെങ്കിൽ ഞങ്ങളെ കൊണ്ട് എന്താ ചെയ്യാൻ പറ്റുക? ജോലി ഇല്ലെങ്കിലേ നീ തെണ്ടേണ്ടി വരും. അത് ഓർത്തോ. Happy birthday to you. Happy birthday to you.
Happy birthday Gift for to you. താങ്ക് യു മമ്മി. അബി അബി ഇന്നാ മോളെ കുടിക്ക് അമ്മേ. കുടിക്ക്. ഗോപി ഇങ്ങോട്ടൊന്ന് വന്നേ. എന്താ ചേച്ചി? ഗോപി ഇവളെ വിളിച്ചോണ്ട് പോ. വാ മോളെ. ബൈ മമ്മി. ബൈ. കായൽ എങ്ങോട്ട് വാ. അബി അബി നീ എവിടെയാ ഉള്ളേ? മമ്മി മമ്മി എവിടെയെന്ന് പറയാ. കായലൊന്ന് കണ്ടുപിടിച്ച് നോക്കട്ടെ. അബി ഇങ്ങോട്ട് വാ. കണ്ണുറക്കല്ലേ? നിക്ക് അബി, ഓടല്ലേ. അബി അബി നിക്ക്. അബി എവിടെയാ നീ? അയ്യേ. അയ്യോ അബി ഒന്ന് പറയ്. അബി അമ്മേ. അയ്യോ ചേച്ചി, അമ്മേ. ചേച്ചി, അമ്മേ. ചേച്ചി എന്താ പറ്റിയെ? എണീക്കമ്മേ. ചേച്ചി, അമ്മേ. ചേച്ചി. അമ്മേ. സർ ആ ഡോക്യുമെന്റ്സ് ഒന്ന് തരൂ. അമ്മേ. കായലിനെ നീ നോക്കുന്ന പോലെ തന്നെ അബിയെ നീ നോക്കണം. ശരി മോളെ, ഞാൻ നോക്കിക്കോളാം. അബിയെ നിന്റെ അടുത്ത് ഞാൻ ഏൽപ്പിക്കുക. അബിയെ നന്നായിട്ട് നോക്കിക്കോളാന്ന് പറഞ്ഞ് എനിക്ക് സത്യം ചെയ്യും. സത്യമായിട്ട് നോക്കിക്കോളാം ചേച്ചി. അമ്മേ. ചേച്ചി, ചേച്ചി, അമ്മേ. ചേച്ചി. അമ്മേ എഴുന്നേക്കമ്മേ. അമ്മേ. ശാന്തി മേഡം 1 കോടി രൂപയുടെ ഇൻഷുറൻസ് അബിയുടെ പേരിൽ എടുത്തിട്ടുണ്ട്. 1 കോടി. അബിയുടെ ഗാർഡിയൻസ് നിങ്ങളാണോ? അതെ സാർ, ഞങ്ങൾ തന്നെയാ. ഞങ്ങള് സാർ. ദാ ഇവിടെ ഒന്ന് സൈൻ ചെയ്തേ. അപ്പൊ നിങ്ങൾ മാഡത്തിന്റെ ഫാമിലി അഡ്വക്കേറ്റ് ആണല്ലേ? അതെ. നിങ്ങളും ഇതിലൊന്ന് സൈൻ ചെയ്തേക്ക്. ആ ചെക്ക് അങ്ങ് എടുത്തു കൊടുക്ക്. ഏയ് എന്താ നോക്കിക്കൊണ്ടിരിക്കുന്നേ? നന്നായിട്ട് തുടക്കി. നീ കഴിക്കും മോളെ. അച്ഛൻ വന്നാലുടനെ നമുക്ക് പുറത്ത് പോയി ഐസ്ക്രീം കഴിക്കാട്ടോ. അവള് നോക്കുന്ന നോട്ടം കണ്ടില്ലേ? അസത്ത്. നീ വാ മോളെ. എന്തു പറ്റി മോളെ? എന്തിനാ കരയുന്നേ? എടി അതെടുത്ത് അവൾക്ക് കൊടുത്തേ. ഇല്ല, ഇത് എന്റെ അമ്മ തന്ന ഗിഫ്റ്റ്. ഇത് ഞാൻ കൊടുക്കില്ല. കൊടുക്കടി. വന്നിരിക്കുന്നു നാശം. നീ കരയണ്ട മോളെ. വാ മോളെ, കരയണ്ട കേട്ടോ. ഈ നാശത്തിന് എവിടെയെങ്കിലും കൊണ്ടുപോയി കളയണം.
നിന്നെ ഇവിടെ കൊണ്ടൊന്ന് വിട്ടുകളഞ്ഞോ? സാരമില്ല, കരയണ്ടാട്ടോ. നമ്മളെ നോക്കാൻ ദൈവമുണ്ട്. അവിടെ പോയി നമുക്ക് ദൈവത്തിനോട് പറയാം. വാ പോവാ. മാഡം മാഡം സമയം മാഡം ക്ലോസ് ചെയ്യണമായിരുന്നു. എന്താണ് ഇത്ര ലേറ്റ് ആയേ? അബി, എന്തെങ്കിലും കഴിച്ചിട്ട് കിടക്കടി. എനിക്ക് വിശക്കുന്നില്ല. സാറേ, സൈറ്റിലേക്ക് പോകാൻ എത്ര സമയമാവും സാറേ? ഒരു 45 മിനിറ്റ് എങ്കിലും എടുക്കും. ഒരുപാട് ട്രാഫിക് ഉണ്ടെങ്കിൽ 1 മണിക്കൂർ എടുക്കും. അതെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, ഇനി 45 മിനിറ്റ് കൂടെ ബാക്കിയുള്ളൂ. അതുകൊണ്ട് പെട്ടെന്ന് കാര്യം തീർക്കാൻ നോക്ക്. എന്ത് കാര്യ പെട്ടെന്ന് തീർക്കാൻ പറയുന്നേ? പ്ലോട്ട് തന്നെയാ സാറേ. ഏതാന്ന് സെലക്ട് ചെയ്തിട്ട് രജിസ്ട്രേഷൻ പെട്ടെന്ന് തീർക്കാൻ പറയായിരുന്നു സാറേ. ഓപ്പണിംഗ് കുറച്ച് സ്ലോ ആയിട്ട് തന്നെ ആയിരിക്കും. അങ്ങോട്ട് പോകും തോറും പിക്കപ്പ് കൂടും. അത് ഞാൻ നോക്കിക്കോളാന്നേ. അതെ, എല്ലാം അയാൾ നോക്കിക്കോളാന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ട് പതുക്കെ ചെയ്താൽ മതി കേട്ടാ. എടോ, ആ വണ്ടി ഒന്ന് നിർത്താൻ പറ. ഏയ് നിർത്ത്. അയ്യോ, പോലീസ്! ഓടിക്കോ ഓടിക്കോ! ഇതെന്താ പോലീസിനെ കണ്ട് ഓടുന്നേ? അയ്യോ, നമസ്കാരം മാഡം. ആരാ ഓടിപ്പോയേ? ചരക്കാ മാഡം. എന്താ ചരക്കാണോ? എത്ര ധൈര്യം ഉണ്ടെങ്കിൽ എന്നോട് നീ ഇങ്ങനെ പറയും? അയ്യോ, എന്തിനാ മാഡം തല്ലുന്നത്? അവരെന്റെ സ്റ്റാഫാണ് മാഡം. നീ ആരാ? ഞാനാണ് ഓണർ മാഡം. അയ്യോ, വീണ്ടും അടിച്ചു. എന്തിനാ മാഡം അടിക്കുന്നത്? ഇതിനൊക്കെ ഓണർ ഉണ്ടോടാ? ഇതിലൊക്കെ എന്താ തെറ്റുള്ളത് മാഡം? ഇങ്ങനെ പറയാൻ നിനക്ക് നാണമില്ലേ? ഞാൻ എന്തിനാ നാണിക്കുന്നത്? ബിസിനസ് അത്ര ടോപ്പിൽ പൊയ്ക്കൊണ്ടിരിക്കുകയല്ലേ. ഓ അതെയോ, ഇങ്ങോട്ട് വന്ന് നോക്ക്. അവന്റെ ഒരു ബിസിനസ്. മാഡം, മാഡം, അയ്യോ ഇതെന്താ? ഇതൊന്നും എനിക്ക് അറിയില്ല മാഡം. ഇതുമായിട്ട് എനിക്ക് യാതൊരു ബന്ധമില്ല മാഡം. പെടുമ്പോ എല്ലാരും പറയുന്ന ഡയലോഗാടാ ഇത്. എടോ, എല്ലാത്തിനും പിടിച്ച് വണ്ടി കേറ്റ്. വൃത്തികെട്ട മോളെ. എന്താടാ പറഞ്ഞേ? നിങ്ങളെ അല്ല മാഡം, അവളെ പറഞ്ഞതാ. ഒരുപാട് ബിസിനസ് കയ്യിലുണ്ടെന്ന് പറഞ്ഞപ്പോഴേ ഞാൻ വിചാരിച്ചതാ എനിക്കിട്ട് നല്ല പണി കിട്ടാൻ പോകുന്നെന്ന്. ഇപ്പൊ നീ അകത്തേക്ക് കയറ്. ബാക്കിയൊക്കെ പിന്നീട് ആലോചിക്കും. ഏതെന്ന് ഗെയിമായിരിക്കും? Welcome to Die Game. Become a millionaire. Play this game. Would you like to play this game? Registered here. Congratulations. Eligible to play this game. 3 പേരിൽ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ആളുണ്ടെങ്കിൽ 1 ലക്ഷം രൂപ നിങ്ങൾക്ക് കിട്ടും. Thank you. അങ്ങനെ എനിക്ക് കഴിച്ചത് ഞാനാ അബി. മാഡത്തിനാ കൊറിയർ. ഇതൊരു സൈൻ. താങ്ക് യു മാഡം. കാറ്റ് പണ കെട്ട് മഞ്ഞ് മഞ്ഞ് കാറ്റ് പണ കെട്ട് മഞ്ഞ്. അവന്റെ ഡാൻസ് കളിക്കുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലാവില്ല. സമയമാകുമ്പോ ഞാൻ തന്നെ പറയാം. നിനക്ക് വേണ്ട കാശ് ഇതിലുണ്ട്. ഇതാ നിനക്ക് തരേണ്ട 4000. ഇന്നടി കൂടുതലുണ്ടല്ലോ. അതോ
അത് ടിപ്പാടി ചായ കുടിക്കാൻ. ഇടി വേണ്ട അബി, ഇതിനകത്ത് പ്രശ്നമുണ്ടെന്ന് തോന്നുന്നേ. ഓടി എന്താണെങ്കിലും അത് പിന്നെ നോക്കാം. ഞാൻ ഷോപ്പിങ്ങിന് പോവാനെങ്കിലും വരുമല്ലോ. ഓക്കെ ബൈ. ഈശ്വര, എല്ലാം സക്സസ്ഫുൾ ആയിട്ട് നടക്കണേ. ഹായ്. ഹായ്. ഇന്ന് എനിത്തിങ് സ്പെഷ്യൽ? ഏയ് അങ്ങനെയൊന്നുമല്ല. അല്ല, എന്നത്തെയും പോലെ അല്ലാതെ ഇന്ന് നിങ്ങൾ വളരെ സുന്ദരിയായിട്ടുണ്ട്. ദാറ്റ്സ് എ ജെന്യുയിൻ കോംപ്ലിമെന്റ്. താങ്ക്സ്. Yeah. Well, see you then. Bye. Bye. Oh. Oh God. Yes. നിനക്ക് എന്താടി? ഈശ്വരാ, നീയാ ഞങ്ങളെ ചേർത്ത് വെക്കേണ്ടത്. സോറി. ഇടി മേക്കപ്പ് നിനക്ക് അടിപൊളിയായിട്ടുണ്ട്. താങ്ക് യു. ഇത്ര നേരിട്ട് വന്നില്ല അല്ലേ? ആ ഓക്കേടാ. ഹേയ്, അതൊന്നും പ്രശ്നമല്ല. 1 kg ആപ്പിൾ. ആ ഓക്കെ മാഡം. മതിയല്ലോ അല്ലേ? ആ ഇത് മതി. 100 മാഡം. താങ്ക് യു മാഡം. എടി കണ്ണ മോശമാടേ. എടി പറയുന്നേക്ക്, അതോടെ വെക്കേ. എടി കള്ളി. എടി മതിയടി. ഇതാ മാഡം ബാലൻസ്. താങ്ക് യു. ഓക്കെ മാഡം. ഞാൻ എന്താ മേഡം ഇവിടെയൊക്കെ? ആ മീൻ മേടിക്കാൻ വന്നതാ. ആ കണ്ടു. നിങ്ങൾ മീൻ വാങ്ങുന്നത് കണ്ടു. പിന്നെ 3 ആപ്പിൾ അടിച്ചില്ലേ, അതും കണ്ടു. പറ്റിക്കുന്നവനെ പറ്റിക്കുന്നതില് ഒരു തെറ്റുമില്ല. അതെ, എന്നും പറഞ്ഞ് കഷ്ടപ്പെടുന്നവരടുത്താണോ ഒരു ന്യായം വേണ്ടേ? ആദ്യം നിങ്ങളുടെ കവർ നോക്ക്. കവറോ? എന്റെ ആ ഓക്കേടാ. ഹേയ്, അതൊന്നും പ്രശ്നമില്ല. എന്റെ തലയ്ക്ക് പുറകിലും കണ്ണുണ്ട്. നമ്മളെ ആർക്കെങ്കിലും പറ്റിക്കാൻ പറ്റുമോ? ഞാനത് അത്രയ്ക്ക് മണ്ടനാണ്. നമുക്കെന്തായാലും നോക്കാം കേട്ടോ. പക്ഷേ ഇവനെ എന്താ ആപ്പിളാടോ തന്നേക്കുന്നേ? നല്ല പഴമാണ് സാർ. അകത്ത് നോക്ക്. ആ സൂപ്പർ മാർക്കറ്റ് പോകാതെ നിന്നെ വിശ്വസിച്ച് ഇങ്ങോട്ട് വന്നതല്ലേ. എന്റെ ചെരുപ്പ് പഴം വേണ്ടി എടുത്തോണ്ട് പോ. ഇങ്ങനെ ഇതാ സാർ. സോറി സാർ. പണിഷ്മെന്റ് ഇവനെയൊക്കെ അവളെ ഇതാ കറക്റ്റ്. എടി നിന്റെ ആള് നിന്നെ ഫോളോ ചെയ്ത് വരുന്നുണ്ട്. സോറി, ഇന്നലെ ചെറിയൊരു വർക്കിൽ പെട്ടുപോയി. അതാ എനിക്ക് വരാൻ പറ്റാതെ. സാറിന് ജോലിയാ വലുതെങ്കിൽ ജോലി നോക്കിയിരുന്നാ പോരെ. എന്തിനാ വെറുതെ ടൈം വേസ്റ്റ് ചെയ്യുന്നേ? അബി സോറിടാ. അബിയോ നിക്ക്. നിങ്ങളെന്തെങ്കിലും ഒന്ന് പറ. നിങ്ങളുടെ മാഡത്തിനോട് ചെറിയൊരു കാര്യം പറയാനുണ്ട്. ഒന്ന് വണ്ടിയിലോട്ട് കയറാവോ പ്ലീസ്? ഓ വിളിക്കുന്ന കേട്ടില്ലേ, പോയി സംസാരിക്കടി പ്ലീസ്. യാ കം ഇൻ. ചെല്ല പറയുന്നേക്ക്. നൈസ്. താങ്ക് യു ഫ്രണ്ട് മാഡം. യു വെൽക്കം. ബൈ ഡി. ബൈ. Thanks. സൂക്ഷിച്ചു പോയിട്ട് വാടി. സോ അബി പറഞ്ഞോളൂ. അല്ല
ഇത്രയും കാലം ലൈഫിൽ ഒറ്റയ്ക്കാണ് യാത്ര ചെയ്തത്. ഇനി ലൈഫ് മുഴുവൻ നിന്നോടൊപ്പം യാത്ര ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അല്ല, ഞാൻ നിന്നെപ്പറ്റിയല്ല പറഞ്ഞത്, ചുമ്മാ മൊത്തത്തിൽ പറഞ്ഞത്. చరు 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 సిండ్రలా నిన్ చరు 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 కన్నినా చూడు 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 తెన్నలే నిన్ మిడి 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 గసల చరు 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 సిండ్రలా నిన్ చరు 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 కన్నినా నీ ఎన్నిల్ చెరువో ఎంటన్నలే చరు 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 సిండ్రలా నిన్ చరు 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 కన్నినా చూడు 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 తెన్నలే నిన్ మిడి മിഴി 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 ഗസല ആരോ ഇവളാരോ എൻ കയ്യിൽ വന്ന സ്പാരോ ആരോ വിടുമോ നീ എൻ ഹാർട്ടിൽ ഹെ സോറോ ഉയരെ എൻ നെഞ്ചിൽ നീ കൊടി പോൽ പടർന്നേനോ മണ്ണിൽ വന്ന മാർബല ലവ് ഡ്രാക്കുള ചരു 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 നീ ചില 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 കുറു 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 നിൻ കൊഞ്ചം മൊഴി ഗസല ചരു 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 സിംഗല ചരു 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 കന്നിന ചുടു 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 തെന്നലെ നിൻ മിഴി 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 ഗസല ഗരി ഗരി സനി സാ നിദ നിദ മമ പ ഗരി ഗരി സനി സാ നി നി സനി മ പ ഗരി ഗരി സനി സാ നിദ നിദ മമ പ ഗരി ഗരി സനി സാ അടങ്ങാത്ത ആശകൾ അത് മഴയായി പെയ്യും ഞാൻ മഴയായി മണ്ണിലും നിന്നെഞ്ചിലും എന്ന് വാഴും ഞാനല്ലോ പൂവൊന്നും പണ്ടുപോൽ നിന്നെ നുകരും ഞാനെന്നും കടൽ കാറ്റിൽ പോലവേ നിന്നെ എന്നും തഴകെ ചെല്ലും ഞാൻ ചിറകായി വന്നു ഞാൻ ഈ ലോകം കാട്ടുമേ ലോകത്തിൻ നെറുകയിൽ ഒന്നായി ചേർന്ന് പോയിടാൻ ഉള്ളേ നിന്നിടുവാൻ സ്വർഗം കണ്ടിടാൻ ചരു 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 നീ ചില 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 കുറു 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 നിൻ കൊഞ്ചം മൊഴി ഗസല ചരു 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 സിംഗല നിൻ ചരു 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 കന്നിന ചുടു 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 തെന്നലെ നിൻ മിഴി 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 ഗസല ചരു 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 സിംഗല നിൻ ചരു 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 കന്നിന ചുടു 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 തെന്നലെ നിൻ മിഴി 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 ഗസല ചരു 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 സിംഗല നിൻ ചരു 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 കന്നിന ഗരി ഗരി സനി സാ നിദ നിദ മമ പ ഗരി ഗരി സനി സാ മ വാട്ട്സ് ദാറ്റ് ഗ്ലോ? ഹേബി, എന്തു പറ്റി? ഇന്ന് ഭയങ്കര സന്തോഷത്തിലാണല്ലോ. എന്റെ സന്തോഷത്തിന് നിന്നെക്കാളും വേറെ എന്ത് കാര്യം ഉണ്ടാവും പോലും. എന്റെ ലോകം തന്നെ നീയാ. കോൺഫറൻസിന് ഞാൻ തന്നെ ലേറ്റായി പോയി ശരിയാവില്ല. വിഷ്മിക്കൂടെ. താങ്ക് യു ഹൈനസ്. ലവ് യു. യു വാണ്ട് മീ ടു സ്റ്റേ ബാക്ക് എന്നാ ഞാൻ വെയിറ്റ് ചെയ്യാം. മീറ്റിംഗ് അത്ര പ്രാധാന്യമുള്ളതല്ല, കുഴപ്പമില്ല. എടി, ഞാൻ വെറുതെ കിസ്സല്ലേ ചോദിച്ചേ. ബൈ. Shit.
10 ലക്ഷം പോയല്ലോ. ഛെ. അബി അബി എന്തു പറ്റി ഒരുമാതിരി ഇരിക്കുന്നു? നീ എപ്പോ വന്നു വിമൽ? എപ്പോ വന്നെന്നോ? ഞാൻ വന്നതുപോലെ നോക്കാതെ എന്തുവാ ചിന്തിച്ചോണ്ടിരിക്കുന്നത്? സോറി വിമൽ, ഞാൻ എന്തോ ആലോചിച്ചിരിക്കായിരുന്നു. അബി രാവിലെ എത്ര ഹാപ്പി ആയിട്ടിരുന്നതാ, ഇപ്പൊ എന്താ ഡള്ളായിരിക്കുന്നത്? വാട്ട് ഹാപ്പൻ? ഒന്നുമില്ല വിമൽ. ശരി, നമുക്ക് എവിടെയെങ്കിലും പുറത്തേക്ക് പോയാലോ? സൂപ്പർ. ഒരു മിനിറ്റ്, ഞാൻ പോരാം. ഹലോ വിമൽ. പറയൂ സാർ. സോറി വിമൽ, നിങ്ങളുടെ ലോൺ റിജക്റ്റ് ആയി. നിങ്ങൾക്ക് ലോൺ എലിജിബിലിറ്റി ഇല്ലാത്തതുകൊണ്ട് ക്യാൻസൽ സാർ, ഞാൻ കുറേ നാളെ ട്രൈ ചെയ്യാം. എങ്ങനെയെങ്കിലും ഒന്ന് സെറ്റ് ചെയ്ത് തരുമോ പ്ലീസ്? പ്ലീസ്, എൻ്റെ അവസ്ഥ അത്രയ്ക്ക് മോശമാണ് സാർ. നിങ്ങൾ വിശ്വസിച്ചാണ് ഞാനിരിക്കുന്നത്. സോറി വിമൽ, പ്ലീസ് ട്രൈ സം അതർ പാക്ക്. സാർ, എൻ്റെ ജീവിതം നിങ്ങളുടെ കയ്യിലാണ്. എന്ത് പറ്റി വിമൽ? ഇല്ല അബി, വീട് വാങ്ങാൻ ലോണിന് അപ്ലൈ ചെയ്തിരുന്നു. എൻ്റെ സിബിൽ സ്കോർ നോക്കിയിട്ട് അത് പറ്റില്ലെന്ന് പറഞ്ഞ് ലോൺ റിജക്റ്റ് ചെയ്തു. അതെ, എന്ത് ചെയ്യണമെന്നൊരു പിടിയും കിട്ടുന്നില്ല. വിമൽ, ഞാനൊരു കാര്യം പറഞ്ഞാൽ തെറ്റിദ്ധരിക്കില്ലല്ലോ? പറഞ്ഞു അബി. ഞാനും എന്തെങ്കിലും ഒരു ജോബിന് പോട്ടെ. രണ്ടുപേരും വർക്ക് ചെയ്ത വീട് വാങ്ങുന്നതിനൊരു ഹെൽപ്പായിരിക്കില്ലേ അത്? നീ ഇങ്ങോട്ടേക്ക് വാ. നീ പറഞ്ഞത് തന്നെ എനിക്ക് സന്തോഷം അബി. ഇതിനു മുന്നേ നിന്റെ ലൈഫ് എങ്ങനെയായിരുന്നു എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇനി മുതൽ നീ എൻ്റെ കൂടെ എപ്പോഴും സന്തോഷമായിട്ടിരിക്കണം. അതാണ് എൻ്റെ ആഗ്രഹം. അയ്യോ എന്റെ അബി, എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കുമോളെ. രാവിലെ മുതലും മരുന്ന് തല്ലിക്കൊണ്ടിരിക്കുക. എന്തിനെങ്ങനെ അടിക്കുന്നത്? പട്ടയല്ലാത്ത സ്ഥലത്ത് പട്ടയുണ്ടെന്ന് പറഞ്ഞ് വിറ്റ് കഴിഞ്ഞാൽ പിന്നെ വെറുതെ ഇരിക്കാൻ പറ്റുമോ? അതിനിങ്ങനെയാണോ അടിക്കുന്നത്? 1 2 3 4 5 പേരോ? എന്തോ ഇത്? അയ്യോ എന്റെ പൊന്നബി, പാതി പേര് ചോറിനാ പോയിരിക്കുക. ഉണ്ടിട്ട് വന്ന അവന്മാരും എന്നെ തല്ലും. ഇയാൾ ആരാണെന്ന് അറിയോ? ഞാൻ ആരാണെന്ന് അറിയാവടാ? കൈലാസം റിയൽ എസ്റ്റേറ്റിന്റെ ഓണറാ. എന്നെയാണ് നിങ്ങൾ തല്ലിയതല്ലേ? ഞാൻ ആരാണെന്ന് അറിയാമോ? എന്റെ പവർ എന്താണെന്ന് അറിയാമോ നിങ്ങൾക്കൊക്കെ? ഓ, അങ്ങനെയാണോ? അതേ മോളെ, നമ്മുടെ പവർ ഒന്ന് കാണിച്ചു കൊടുക്കാം. അയ്യോ, കൊണ്ടോ മോളെ. ഇത് പിടിക്കും. നിങ്ങൾ കഴിച്ചിട്ട് വന്നിട്ട് പിന്നെ അടിക്കണം. താങ്ക് യു മാഡം. എടാ നീ പോയിട്ടെ, നമുക്ക് എല്ലാവർക്കും ബിരിയാണി പൈൻറ്റ് വാങ്ങിച്ചോട്ട് വാ. അയ്യോ മോനെ, എടാ നീ പൈൻറ്റ് വാങ്ങിക്കാൻ പോകുമ്പോഴേ എനിക്ക് പൈൻറ്റ് വേണ്ട, ഒരു ഹാഫ് വാങ്ങിച്ചോട്ട് വന്നാൽ മതി. അത് മാത്രം മതിയോ? അപ്പൊ നക്കാനോ? എടാ എന്നെ കണ്ടാ മിസ്റ്റർ കൈലാസം ജീവനോടെ ഉണ്ടെങ്കിൽ ഒന്ന് കോൾ ചെയ്തേക്കാം. ബൈ ബൈ. അയ്യോ ഇനി കഴിഞ്ഞ തവണ മിസ് ചെയ്തതുപോലെ ഇപ്രാവശ്യം മിസ് ചെയ്യരുത്. ഇത്തവണ മിസ് ചെയ്ത 10 ലക്ഷം എൻ്റെ കയ്യിൽ നിന്ന് പോവും. അബേ, ഉടനെ തന്നെ അവനെ തേടിപ്പോ. മാഡം, കൊറിയർ സൈൻ. താങ്ക് യു മാഡം.
If this is not done, we will send this photo to the police and the media. അവൻ ആരാണെന്ന് എനിക്കറിയണം. അബി ഒന്നും പറ്റില്ലല്ലോ. വാ എഴുന്നേക്ക്. അറിയില്ല നിഷ, എന്നെ ആരെ കൊല്ലാൻ വേണ്ടി ട്രൈ ചെയ്തു. ഏതോ ഒരുത്തം മോഷ്ടിക്കാൻ വന്നതാ. നിന്നെ എന്തിനാ അവൻ കൊല്ലുന്നേ? അതാ വിമൽ എനിക്ക് മനസ്സിലാവാത്ത. എന്ത് മനസ്സിലാവാത്തെ? ഞങ്ങളെല്ലാം അപ്പോഴേ നിന്നോട് പറഞ്ഞതല്ലേ ഈ ഗെയിം കാരണം എത്ര പ്രശ്നത്തിലാ നീ പെടാൻ പോകുന്നേന്ന്. എന്നിട്ട് നീ വല്ലത് കേട്ടോ? ഗെയിമോ? അബി എന്താ ഇവിടെ നടക്കുന്നേ? സത്യം പറ. ഇല്ല വിമൽ, ഞാൻ ആദ്യം ഗെയിം എന്ന് കരുതിയാ കളിക്കാൻ തുടങ്ങിയത്. ഒരു ദിവസം ഞാൻ ചൂസ് ചെയ്ത ആള് മരിച്ചില്ലെന്ന് മെസ്സേജ് വന്നിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് ഞാൻ ന്യൂസ് പേപ്പറിൽ നോക്കിയപ്പോ ഇദ്ദേഹം
മരിച്ചില്ലെന്നല്ല മെയിൽ വന്നത്. ഇവിടെ എന്തൊക്കെയാ സംഭവിക്കുന്നത്? അപ്പോഴതിന്റെ സീരിയസ്നെസ് എനിക്ക് മനസ്സിലായത്. ഇതൊക്കെ ആരാ ചെയ്യുന്നത്, എന്നെ എന്തിനാ ടാർഗറ്റ് ചെയ്യുന്നതെന്നൊക്കെ എനിക്ക് അപ്പോഴാ മനസ്സിലായത്. അതുകൊണ്ട് മെയിൽ വന്ന അഡ്രസ്സ് അന്വേഷിക്കാൻ പോയത്. എന്റെ സേഫ്റ്റിക്ക് വേണ്ടി ഞാൻ കത്തി എടുത്തോണ്ട് പോയത്. ആ കത്തി തന്നെ കാരണമൊക്കെ കാണിച്ച് ഞാൻ ആ കൊലയാളിന്ന് പറഞ്ഞു. എന്നെ ഇവര് ബ്ലാക്ക്മെയിൽ ചെയ്യാൻ തുടങ്ങി. നമുക്കിത് പോലീസിൽ പറഞ്ഞാലോ? ഇത് പോയി പോലീസിനോട് പറഞ്ഞ അബിയെ കൊടുങ്ങുള്ളൂ. എല്ലാ പ്രശ്നത്തിനും ഈ ഫോണാ കാരണം. ഇത് അത് പൊട്ടിക്കുന്ന എന്തിനാ? ഇങ്ങത്താ വിമൽ, നീ ഈ ഫോൺ പിടിക്ക. ഭ്രാന്തി. ആദ്യം വന്ന ഇമെയിൽ അവൻ ഫോട്ടോസ് മാത്രമേ അയച്ചിട്ടുള്ളൂ. അടുത്ത ഇമെയിൽ അഡ്രസ്സും അയച്ചിട്ടുണ്ടെങ്കിൽ എന്തോ വലിയ പ്ലാൻ നടക്കുന്നുണ്ട്. അവൻ ആരാന്ന് കണ്ടുപിടിക്കണം. സോറി വിമൽ, എന്റെ സിറ്റുവേഷൻ എന്നെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിച്ച്. നിനക്ക് ഭ്രാന്താണോടി? പണത്തിന് വേണ്ടി എന്ത് കാര്യം ചെയ്യോ നീ? നീ ഒന്നും മിണ്ടാതിരിക്കോ? ഇപ്പൊ അതൊന്നുമല്ല പ്രശ്നം. അബി, നീ ഇപ്പൊ പോയി കിടക്ക്. നമുക്കെല്ലാം രാവിലെ നോക്കാം. വാടി, നമുക്ക് പോ. ശരി, വാ. അബി, നീ റെസ്റ്റ് എടുക്കും. ഇവിടെ ഇരിക്കും. ഞാൻ നോക്കാം. എവിടെയാടാ ഉള്ളത്? അബി, 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 എന്തിനാ ഇങ്ങനെ ഡള്ളായിട്ടിരിക്കുന്നേ? ഓരോന്ന് വെറുതെ ചിന്തിച്ചു കൂട്ടാതെ എല്ലാം നമുക്ക് നോക്കാം, ശരിയാക്കാം. നിന്റെ ഫോണിൽ ഇതാ. ഗിവ് മി യുവർ ഫോൺ അബി. ഇവിടെ ഞാൻ നോക്കിക്കോളാം. നീ വിഷമിക്കണ്ട, മനസ്സിലായോ? സ്റ്റേ കോൺഫിഡൻറ്റ്. നമുക്ക് വൈകുന്നേരം കാണാം. എക്സ്ക്യൂസ് മീ മാഡം, ഈ ഹോസ്പിറ്റലിൽ നിന്നൊരു കോള് വന്നിരുന്നു എനിക്ക്. എന്റെ ഹസ്ബൻഡിന് എന്താ പറ്റിയേ? പേര് പറയൂ മാഡം. വിമൽ. മാഡം, ഇത് അദ്ദേഹത്തിന്റെ സാധനങ്ങളാ. അകത്തെല്ലാം ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം മാഡം. റൂം നമ്പർ 106 നിങ്ങളുടെ ഹസ്ബൻഡുണ്ട്, പോയി നോക്കി. ഓക്കെ. അബി, നോക്കി. വിഷമിക്കണ്ട അബി, ചെറിയ മുറിവുണ്ട്, കുഴപ്പമില്ല. എന്താ ഇത്? എങ്ങനെ കൊച്ചുകുട്ടികളെ പോലെ കിടന്ന് കരയുന്നു? ഞാൻ കാരണമല്ല ഇതൊക്കെ സംഭവിച്ചേ. അപ്പൊ നിനക്കൊരു പ്രശ്നം വന്നാ ഞാനിത് വെറുതെ നോക്കിക്കൊണ്ടിരിക്കണോ? അങ്ങനെയാണോ? അയ്യോ, പറയുന്നൊന്ന് മനസ്സിലാക്കും വിമൽ. അവരൊന്നും അത്ര നല്ലവരല്ല. നിനക്ക് എന്തെങ്കിലും പറ്റിയ പിന്നെ നീ ഒന്നും കൊണ്ട് വിഷമിക്കണ്ട, എനിക്കൊന്നും പറ്റില്ല. ചുമ്മാ കിടന്ന് കരയാതെ. നീ ചിരിക്കുമ്പോൾ നിന്റെ കണ്ണിലൊരു ഗ്ലോ ഉണ്ട്, അറിയോ? പിന്നെ കുട്ടികളെ പോലെ കരഞ്ഞോണ്ടിരുന്ന ഒന്നുമില്ല. ബൈക്ക് സ്കിഡായപ്പോ തലം ചെറുതായിട്ട് മുറിഞ്ഞു. ഇത് അത്രേ ഉള്ളൂ. ശരി, നീ വെളിയിലേക്ക് ഇരിക്കും, ഞാൻ വിളിക്കാം. നീ ഓരോന്നാലോചിച്ച് മനസ്സ് വിഷമിക്കാതെ. എനിക്ക് ഒരു കുഴപ്പമില്ല. Got the man with the plan right here. Bring it swag with the man right here. നിന്റെ ഹസ്ബൻഡിനോട് ഡിക്റ്റേറ്റീവ് പണി ഇതോടെ നിർത്താൻ പറഞ്ഞേക്ക്, അല്ലെങ്കിൽ നീ കാണുന്നവന്റെ ശവമായിരിക്കും. ഈ സംസാരിക്കുന്ന ആരാ? അറിയില്ലേ? ഡൈ ഗെയിം.
എന്തുപറ്റി ഡോക്ടർ? ഒന്നുമില്ല മാഡം, പേടിക്കാനൊന്നുമില്ല. ചെറിയ പരിക്കേ ഉള്ളൂ. ഒരാഴ്ച റെസ്റ്റ് എടുത്താൽ എല്ലാം ശരിയാവും. താങ്ക് യു ചെന്നി. ഇറ്റ്സ് ഓക്കെ. താങ്ക് യു. അബി, ഞാൻ നിന്നോടൊരു കാര്യം പറഞ്ഞാ നീ വേറൊന്നും വിചാരിക്കല്ലേ? പറ. അബി, വീണ്ടും നിങ്ങൾ ഇവിടെ തന്നെ താമസിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇനിയും ഇതുപോലെ പ്രശ്നങ്ങൾ വരും. നിങ്ങൾ വേറെ എവിടെയെങ്കിലും പോയി സന്തോഷമായിട്ട് ജീവിക്കാൻ നോക്ക്. അത് തന്നെയാ നിനക്കും വിമലിനും സേഫ്റ്റി. അവള് പറയുന്നതും കറക്റ്റ് അല്ലേടി? അതെ, ഞാനും അത് തന്നെയാ പറയുന്നത്. ശ്രദ്ധിക്കണേ. ബൈ അബി. മാഡം, അബി എന്ന ആളിന് കൊറിയർ വന്നിട്ടുണ്ട്. ഈ അഡ്രസ്സിൽ എങ്ങനെ? മാഡം, ഇതിലൊന്ന് സൈൻ ചെയ്യണം മാഡം. മാഡം, ഒന്ന് സൈൻ ചെയ്യണം മാഡം. ഓക്കെ മാഡം, താങ്ക് യു. അബി, കോഫി. അബി, കോഫി. താങ്ക്സ്. എന്തു പറ്റി അബി? എന്തോന്ന് സംസാരിക്കാത്തത്? ഏയ് അബി, എപ്പോഴാടി വന്നേ? ഏയ് ഹെലൻ, ഇങ്ങോട്ട് നോക്കിക്കേ. നന്നായിട്ടുണ്ടല്ലേ? ഈ ഫോട്ടോസൊക്കെ എവിടെ എടുത്ത അബി? എന്തു പറ്റി അബി? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇതുവരെയായിട്ട് ആ മെയിലിന്റെ പ്രശ്നം തീർന്നിട്ടില്ലടേ. എന്താടി പറയുന്നേ? ഞാനും വിമലും വെളി പോയപ്പോഴൊക്കെ ആരും ഞങ്ങളറിയാതെ ഫോളോ ചെയ്ത് എടുത്ത പിക്ചേഴ്സാ ഇതൊക്കെ. നിന്നെന്തിനാ ഫോളോ ചെയ്യുന്നേ? അതാ എനിക്ക് മനസ്സിലാവാത്തെ. പക്ഷേ എന്നെ ഒരു അസൈൻമെന്റ് ചെയ്യാൻ വേണ്ടി ഭീഷണിപ്പെടുത്താ. എന്ത് അസൈൻമെന്റ് ചെയ്യുന്ന കാര്യം പറയുന്നേ? ഇവന്റെ അടുത്തുള്ള ഹാർഡ് ഡിസ്ക് എടുത്ത് അവന്റെ അടുത്ത് കൊടുക്കണമെന്ന്. ഇത് ചെയ്തില്ലെങ്കിൽ വിമലിനെ കൊന്നു കളയുന്ന എന്നെ ഭീഷണിപ്പെടുത്തുന്നേ. ഇതിനെ പറ്റി വിമലിനെ അറിയോ? അറിയില്ല. അതെന്താ? നിനക്കറിയുന്ന കാര്യമല്ലേ നിഷ? നേരത്തെ വിമൽ ഇതിനെ കുറിച്ച് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന സമയത്താ ആരോ വിമലിനെ കൊല്ലാൻ വേണ്ടി ട്രൈ ചെയ്തത്. അതെ, എന്നുവെച്ച് വിമലിനോട് ഇക്കാര്യം പറയാതിരിക്കാൻ പറ്റുമോ? ഇല്ല നിഷ, വീണ്ടും ഞാൻ കാരണം വിമലിന് ഒരു പ്രശ്നം സംഭവിക്കാൻ പാടില്ല. അതുകൊണ്ട് എന്റെ അടുത്ത് ഒരു ഓപ്ഷനും ഇല്ല.
ഞാൻ ഈ അസൈൻമെന്റ് ചെയ്തേ മതിയാവും, ഇല്ലെങ്കിൽ വിമലിനെ അവര് കൊല്ലും. നീ പറയുന്നത് ശരി തന്നെയാ. വിമലിന് ഇതിലേക്ക് വലിച്ചയക്കേണ്ട. ഈ പ്രശ്നം നമുക്ക് തന്നെ തീർക്കാം. അല്ല, അതല്പം റിസ്ക് ആണെന്നേ ഉള്ളൂ. എന്നാലും നിനക്ക് വേണ്ടി ചെയ്യാം. ഞാൻ റെഡി. ഞങ്ങളും റെഡിയാ. ഇല്ലടി, ഈ കൊലപാതകത്തിനും ഈ മെയിൽ അയക്കുന്നവനും തമ്മി ഇതിലെന്തോ ഒരു ബന്ധമുണ്ട്. അത് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാ ഈ കൊലപാതകത്തിന് പിന്നിലുള്ള ആൻസർ കിട്ടും. ആദ്യം ഇവനെ പൊക്കാം, എന്നിട്ട് അത് വെച്ച് എല്ലാത്തിനെയും പൊക്കാം. അബി, ഇവനെ പറ്റി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തപ്പോ ഇവൻ ഫോറിനിൽ പഠിച്ച് ലാസ്റ്റ് 3 months ആയിട്ട് ഇവിടെയുണ്ട്. അവര് റെഗുലർ ആയിട്ട് പോകുന്ന സ്ഥലം ഈ 4 സ്ഥലോ? അബി, എങ്കി അവനെ ടെന്നീസ് കോർട്ടിൽ നിന്ന് പൊക്കിയാലോ? അതൊരു ക്ലബ്ബാ, ഒരുപാട് VIPs വന്നു പോകുന്ന സ്ഥലം. സെക്യൂരിറ്റീസ് ഭയങ്കര ടൈറ്റ് ആയിരിക്കും, സോ അവിടെ വേണ്ട. നെക്സ്റ്റ്, അപ്പൊ കോഫി ഷോപ്പ് ആയാലോ? അത് പബ്ലിക് പ്ലേസാ, അത് റിസ്ക് ആയിരിക്കും. വേറെ എവിടെ വെച്ച് അവനെ പൊക്കാൻ പറ്റുക? മറ്റുള്ള പ്ലേസിനേക്കാളും അവനെ പബ്ബിൽ വെച്ച് പൊക്കുന്നതാ എളുപ്പം. അതെന്താ? അവിടെ CCTV ഉണ്ടാവില്ലേ? പബ്ലിക്കിലും ഉണ്ടാവില്ലേ? ഉണ്ടാവും, പക്ഷെ അവിടെ മാത്രമാണ് എല്ലാവരും ഹാങ് ഓവറിലിരിക്കുന്നത്. അത് മാത്രമല്ല, മിഡ് നൈറ്റും കൂടിയല്ലേ. അവിടെ വെച്ച് പൊക്കുന്നതാ കറക്റ്റ് ഏരിയ. Let's get it. ഒരു ചോക്ലേറ്റ് ബോയ് നീയാ, നോക്കി നിക്കാതെ എന്നെ തൊട്ടു നോക്കടാ. ബേബി ഞാനാ, ഒരു ചോക്ലേറ്റ് ബോയ് നീയാ, നോക്കി നിക്കാതെ എന്നെ തൊട്ടു നോക്കടാ. കൂളിംഗ് ആര് നീയോ, ഒരു മെൽറ്റിംഗ് ഐസ് ഞാനോ, മിക്സിംഗ് ആയാൽ ട്രെൻഡിങ് എന്നെ കിക്ക് ആക്കടാ. ഒരു ഡേറ്റിംഗ് പോകാം വാ, ഇനി മീറ്റിംഗ് വേണം വാ, ഒരു ചാറ്റിംഗ് മതി നിനക്കായ ആള് ഞാൻ വാ. ഒരു മുത്തം മതിയോ അല്ല മുത്തം വേണമോ, ഇനി ശബ്ദമില്ല നമുക്കായ നേരമാകാം. chick with it, come get me. Yeah, 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 yeah. My chick with it, come get me. Yeah, 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 yeah. Holla, 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 come touch me. Bring it back, come on. Music in my car, every day I drive. I'ma turn it loud cause I like it like that. Music is my life, every day I rap. I'ma spit the facts cause I like it like that. Body got a star somewhere up in the sky. All you gotta do is find it cause I find mine. On style when I rap into the crowd, that's why I rap like that. Original from the hat. സെൽഫി എടുത്തോ, AC ഇട്ട ജിപ്സി ഞാൻ ട്രാവൽ ചെയ്തോ നീ. വെർജിൻ മേരി ഞാൻ നീലയിട്ടോ നീ. കൂസലില്ല ഐറ്റം ഞാനാ, എന്നെ കൊണ്ടുപോ. രാം തേരി രാഗം ചൊല്ലിത്തന്നടേ, പ്രേമത്തിൻ കാമത്തെ ചൊല്ലിത്താടാ. മീശയിൽ പൗരുഷം നീയും കാണിച്ചാൽ ആശയൻ ആനന്ദം ഞാനും കാണും. ഇനി ശബ്ദമില്ല നമുക്കായ നേരം
style when I rap into the crowd. That's why I rap like that. Original from the hat. വേഗം വേഗം. എടി വെള്ളം ഒഴിച്ച് അവൻ എഴുന്നേപ്പിക്കടി. ആരടി നിങ്ങളൊക്കെ? നിങ്ങൾക്കൊക്കെ എന്താടി വേണ്ടത്? അത് വേറൊന്നും അല്ലടാ ചക്കരെ. നിന്റെ പക്കലുള്ള ഹാർഡ് ഡിസ്ക് എനിക്ക് വേണം. അത് എവിടെയുണ്ടെന്ന് മാത്രം എനിക്കറിഞ്ഞാൽ മതി. ഐ ഡോണ്ട് നോ. എനി ഡൗട്ട് ആസ്ക് മൈ മാം. എന്തോന്ന് മോമോ? യാ. പ്രിയ, ഇതെന്താ ബി ചെയ്യുന്നേ? എല്ലാത്തിനും ഒരു കാരണമുണ്ട്. ഇപ്പൊ നിങ്ങൾക്കത് പറഞ്ഞു മനസ്സിലാവില്ല. പ്രിയ, ഇവനെ സൂക്ഷിച്ചു നോക്കിക്കോണേ. വഴി പോവാ. ഹായ് ആന്റി. നിങ്ങളൊക്കെ ആരാ? ഞങ്ങള് പ്രണവിന്റെ ഫ്രണ്ട്സാ. ഞങ്ങൾ ഇവിടെ അടുത്ത് വന്നതാ. അപ്പോ പ്രണവിനെ കണ്ടിട്ട് പോവാന്ന് കരുതി. ഓ പ്ലീസ് കം ഇൻ. ഓക്കെ ആന്റി. സെൽവി, ചായ. ആന്റി, പ്രണവില്ലേ? അവനാണോ? ഇന്നലെ മുതൽ വീട്ടിലേക്ക് വന്നിട്ടില്ല മോളെ. കൊറേ ഫോൺ ചെയ്ത് നോക്കി, പക്ഷെ സ്വിച്ച് ഓഫ് എന്നാ പറയുന്നേ മോളെ. എപ്പോ നോക്കിയാലും അവൻ ഇങ്ങനെ ചെയ്യുന്നേ. നിങ്ങൾ എന്തൊക്കെയാ കാണിക്കുന്നേ? നിങ്ങളെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ഞങ്ങൾ പോകുന്നത് വരെ കുറച്ച് മര്യാദക്കിരുന്നാ മതി. ആദ്യം ഇത് കണ്ടോക്ക്. ഓ മൈ ഗോഡ്, പ്ലീസ് അവനെ ഒന്നും ചെയ്യല്ലേ. ഒന്നുമില്ല ആന്റി. ആന്റിയുടെ കയ്യിലുള്ള ഹാർഡ് ഡിസ്ക് ഞങ്ങളുടെ കയ്യിലെടുത്ത് തന്നാ ആന്റിയുടെ മോനെ ഞങ്ങൾ ഒന്നും ചെയ്യില്ല. എന്താ ഹാർഡ് ഡിസ്കോ? എനിക്കൊന്നും അറിയില്ല മോളെ. എന്താ ആന്റി, ആന്റിയുടെ മോനെ ഈ ഒരു അവസ്ഥയിൽ കണ്ടിട്ടും ഇങ്ങനൊക്കെ പറയുന്നത് ശരിയാണോ? ഹലോ പ്രിയ, ഇവിടെ ഹാർഡ് ഡിസ്ക് തരുമെന്ന് തോന്നില്ല. നീ അവനെ കൊന്നേക്ക്. അയ്യോ, അങ്ങനൊന്നും ചെയ്യല്ലേ മോളെ. നിനക്ക് ഹാർഡ് ഡിസ്ക് അല്ലേ വേണ്ടേ? ഒന്ന് നിക്ക് പ്രിയ. ഞങ്ങൾ പറയുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യട്ടോ. ഓക്കെ. നിങ്ങൾ ചോദിച്ച ഹാർഡ് ഡിസ്ക് ഞാൻ തന്നില്ലേ? എന്റെ മോനെ എപ്പോഴാ നിങ്ങൾ വിടുക? ഞങ്ങളുടെ പണി കഴിഞ്ഞ ഉടനെ നിങ്ങളുടെ മകൻ നിങ്ങളുടെ വീട്ടിലേക്ക് സേഫ് ആയിട്ട് വരും. ഹാർഡ് ഡിസ്ക് കിട്ടി. ഈ ഹാർഡ് ഡിസ്ക് കൊണ്ട് അവരുടെ കൈ കൊടുത്താൽ എല്ലാ പ്രശ്നവും ഇതോടെ തീരും. അബി, അങ്ങോട്ട് നോക്ക്. പ്രിയ, ഇതെന്തു പറ്റിയടി? പ്രിയ, 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 എനിക്ക് എഴുന്നേൽക്കാൻ. പ്രിയ, എടി, പ്രിയ, പ്രിയ, എടി, എന്തു പറ്റി? അറിയോക്കെ? എന്നെ അവൻ തല്ലിയിട്ട് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോയടി. നിനക്കൊന്നും പറ്റിയില്ലല്ലോ? ശരി, വിട്ടേക്ക്. ഹാർഡ് ഡിസ്ക് എന്തായാലും കിട്ടി. ഇനി അവന്റെ ആവശ്യം നമുക്കില്ല. ഇതിന് മാത്രം ഹാർഡ് ഡിസ്കിൽ എന്താ ഉള്ളത്? എന്താടി ഇത്? എന്തൊക്കെയാ കാണിക്കുന്നത്? ഇത് വേറൊന്നുമല്ല, ബ്ലാക്ക് മണി സൂക്ഷിക്കുന്ന വലിയ വലിയ പണക്കാരുടെ കണക്കിലെടുത്ത ക്യാഷിന്റെ ഡീറ്റെയിൽസാ. ഇതിനു വേണ്ടി അവരെന്നെ ബ്ലാക്ക്മെയിൽ ചെയ്തത്. അവരാരാണെന്ന് നമ്മൾ കണ്ടെത്തേണ്ടത്. സാറിന്റെ ഫോൺ. എന്താ പറഞ്ഞേ? ഇവരെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകും.
സർ, മിനിസ്റ്റർ ലൈനിലുണ്ട്. പറഞ്ഞോളൂ മാഡം. വെറുതെ ഞാൻ നിന്നെ വിശ്വസിച്ചിട്ടാ ആ ഹാർഡ് ഡിസ്ക് നിനക്ക് തന്നത്. ആ ഹാർഡ് ഡിസ്ക് എങ്ങാനും പുറത്ത് ലീക്ക് ആയാ എന്റെ മറ്റൊരു മുഖം നീ കാണേണ്ടി വരും. 24 മണിക്കൂർ ഞാൻ നിനക്ക് സമയം തരാം. അതിനുള്ളിൽ ആ ഹാർഡ് ഡിസ്ക് എന്റെ കയ്യിൽ വന്നില്ലെങ്കിൽ ആരും ജീവനോടെ ഉണ്ടാകില്ല. മനസ്സിലായല്ലോ? ബോസ്, അവളുമാരകത്ത് വന്ന CCTV ഫുട്ടേജാ. ഇവളുമാരെങ്ങനെയാണ് അറിഞ്ഞത്? ഇവളുമാർ എവിടെ ഉണ്ടെങ്കിലും എത്രയും പെട്ടെന്ന് ഇവളുമാരെ പൊക്കിയിരിക്കണം. ചെല്ലടാ. ഓക്കേ ബോസ്. ചെല്ല. നാളെ രാവിലെ ഹൈവേ ഹോട്ടലിനടുത്ത് ഹാർഡ് ഡിസ്കുമായിട്ട് വരണം. അയ്യോ, എന്റെ ജോത്സ്യൻ ചേട്ടാ, കൈലാസം എന്നുള്ള പേരിന് ഇനിയെങ്കിലും സമയം ശരിയാവൂന്നൊന്ന് നോക്കിയിട്ട് പറയുവോ? ധനുരാശി, പൈൽസ് നക്ഷത്രം. എന്തോന്ന് പൈൽസ് എന്നോ? അയ്യോ, മൂല നക്ഷത്രം. ഒന്ന് നോക്കിയിട്ട് പറ. അമ്മേ മഹമായി, തന്റെ ശനിദശ അവസാനിച്ച് ഇനി അങ്ങോട്ട് നല്ല സമയം തുടങ്ങുക. പേടിക്കേണ്ട ആവശ്യമേ ഇല്ല, എല്ലാം നല്ല സമയമാ. നിന്നെ കളഞ്ഞിട്ട് പോയവരൊക്കെ നിന്നെ അന്വേഷിച്ച് വരുന്നേ. അത് ശരി. ഇനി തന്റെ കാല് തറയിൽ തന്നെ തൊടില്ല. താൻ ഒരുപാട് ഉയരങ്ങളിലേക്ക്. എടോ, താൻ ശനിദശ പോയതല്ലേ പറഞ്ഞത്? അതേ തിരിച്ചു വന്നിരിക്കുന്നു. ഞാൻ എന്ത് ചെയ്യും? സത്യത്തിൽ പോവുകയാണല്ലോ. എന്റെ ജോത്സ്യം വലിക്കാൻ തുടങ്ങിയിരിക്കുക. അതെടി, അവര് പറഞ്ഞ സ്ഥലത്ത് തന്നെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുന്നത്. എന്തായാലും അവരിത് വാങ്ങാനായിട്ട് ഇങ്ങോട്ടേക്ക് വരും. ഹേയ്, രക്ഷപ്പെട്ടല്ലോ. ഹലോ. ഹലോ അബി, പറയടേ. എന്താടി പറ്റിയത്? എന്ത് വയ്യാത്ത പോലെ? അല്ലടേ, ഞാൻ നേരത്തെ കൊന്നു വിചാരിച്ചവൻ ഇപ്പൊ ഇവിടെ മരിച്ചു കിടക്കാം. എന്തൊക്കെയാടി പറയുന്നേ? അതെ നിഷ, ഇപ്പൊ ഇവിടെ വെച്ച് ആരും അവനെ കൊന്നിരിക്കുക. ഇവനെ എന്റെ അടുത്തുനിന്ന് ഹാർഡ് ഡിസ്ക് തട്ടിപ്പറിച്ചോണ്ട് വന്നേ. അന്നെ വീട്ടിൽ വെച്ച് കൊല്ലാൻ നോക്കിയത് ഇവൻ തന്നെ. അവരാണ് എത്ര കൺഫേം ആയിട്ട് നീ എങ്ങനെ പറയുന്നേ? അവന്റെ കഴുത്തിലെ ടാറ്റു വെച്ച് ഞാൻ കൺഫേം ചെയ്തത്. ഓക്കെ ഓക്കെ, എത്രയും പെട്ടെന്ന് നീ അവിടുന്ന് പുറത്തേക്ക് പോ. ശരി നിഷ, നീ ഫോൺ വെക്ക്, ഞാൻ നോക്കിക്കോളാം.
എന്നെ ഒന്ന് ഇറക്കി വിട്. അയ്യോ എന്തിനാ ഏതോടാ ഇവൻ ചോദിക്കുന്നത് കേട്ടില്ലേ? പറഞ്ഞു കൊടുക്ക. ഇയാളടുത്താണ് ആ പെണ്ണ് ജോലി ചെയ്തത് ബോസ്. ഏത് പെണ്ണ്? ദാ ഇവളാ. ഇവളോ? അബി, ഇവള് ഭയങ്കര അഹങ്കാരം പിടിച്ചവളാ. ഇവളെവിടെ ഉണ്ടല്ലോ പൊക്കിക്കൊണ്ട് വാടാ. പിന്നെ ഇപ്പൊ അങ്ങ് ഒലത്തും. അവളെ പിടിച്ചോണ്ട് വരാൻ പറഞ്ഞിട്ട് ഇവന്മാരെ എന്നെയാ പിടിച്ചോണ്ട് വന്നത്. അതിനിടയ്ക്കാ നിങ്ങള് എന്താ നോക്കുന്നേ? ഇനിയെങ്കിലും കൃത്യമായിട്ട് അവളെ പൊക്കിക്കൊണ്ട് വാ. അവിടെ അമ്മയെ പൊക്കിക്കൊണ്ട് വന്നാല് വലിയ പ്രശ്നമാവും കേട്ടോ, മനസ്സിലായോ? അവള് വരുന്നവിടെ ഇവനെ കൊണ്ട് പൂട്ടിയിടാ. അയ്യോ വീണ്ടും എന്നെ എടുത്തോണ്ട് പോകുന്നേ. ചേട്ടാ, ഞാൻ ഡെലിവറി കൊടുത്ത ഫുഡിൽ ആരാ കംപ്ലൈന്റ് പറഞ്ഞത്? ആ മേഡോ കംപ്ലൈന്റ് ചെയ്തേ. മേഡം, അബി എന്നുള്ള ആളിന് കൊറിയർ വന്നിട്ടുണ്ട്. ചേട്ടാ 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 ഞാൻ അറിയാതെ ചെയ്തു പോയതേ ചേട്ടാ. ചേട്ടാ കാശിന് വേണ്ടി ചെയ്തതാട്ടാ ചേട്ടാ. ഒന്നും ചെയ്യല്ല ചേട്ടാ. ചേട്ടാ അറിയാതെ ചെയ്തു പോയതാ ചേട്ടാ. അയ്യോ ചേട്ടാ, പോയി നോക്കടാ എന്താന്ന്. ചേട്ടാ ചേട്ടാ വേണ്ട ചേട്ടാ, വിട്ടേക്കേട്ടാ ചേട്ടാ. ചേട്ടാ ചേട്ടാ ഞാൻ അറിയാതെ അമ്മോ എന്തോ അതൊക്കെ. ആ മറ്റൊരു പാർസൽ കൊടുക്കാൻ പറഞ്ഞ ഈ വീടാ ചേച്ചി. സുനിൽ, ഞാൻ അകത്ത് പോയിട്ട് പോരാം. നീ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യണം, സൂക്ഷിച്ച്. ഓക്കെ ചേച്ചി. എന്താ ചേച്ചി, പോയുടെ തന്നെ തിരിച്ചു വന്നല്ലോ, എന്താ? ഇല്ലടോ, ഡോറ് ലോക്ക് ചെയ്തിരിക്കുക. അതാ ആലോചിച്ചോണ്ടിരുന്ന. ഒന്ന് പോ ചേച്ചി, ഇതൊക്കെ എന്താ വലിയ കാര്യമാണോ? പറ വിമൽ. നീ എവിടെയുള്ളത് ബി? ഞാൻ കുറെ നേരമായിട്ട് വിളിച്ചോണ്ടിരിക്കുക. നോട്ട് റീച്ചബിൾ എന്നാ പറയുന്നേ. ഞാൻ പ്രധാനപ്പെട്ട ഒരു ജോലിയായിട്ട് വന്നിരിക്കുക. എന്താ കാര്യം? എന്താ കാര്യമൊന്നോ? ഞാൻ ഇന്നലെ പറഞ്ഞല്ലേ 2 ടിക്കറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് പടത്തിന് പോവാന്ന്. ഞാനിപ്പോ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യാ. അയ്യോ സോറി വിമൽ, ഞാനത് മറന്നു. നീ ഒരു കാര്യം ചെയ്, നീ അവിടെ തന്നെ വെയിറ്റ് ചെയ്യ്, ഞാൻ വന്നേക്കാം. ബി പെട്ടെന്ന് വാ, പടം ഇപ്പൊ തുടങ്ങും. ചേച്ചി ഓപ്പൺ ചെയ്തു ചേച്ചി. സൂപ്പർഡാ. താങ്ക് യു ചേച്ചി. നീ വെയിറ്റ് ചെയ്യ്, ഞാൻ ഓക്കെ ചേച്ചി.
സൂക്ഷിക്കണേ. ആ എന്താ ചേച്ചി പോവാമോ? സുനിൽ, എനിക്ക് ചെറിയൊരു ഹെൽപ്പ് ചെയ്യാമോ? ചേച്ചി പറഞ്ഞോ. നീ കൊറിയർ തന്നില്ലേ, അതിന്റെ പഴയ അഡ്രസ് ഇതിലുണ്ട്. അവിടെ പോയി എന്താ സംഭവിച്ചെന്ന് അറിഞ്ഞിട്ട് എന്നോടൊന്ന് പറയൂ. ഓക്കേ. വാ പോവാ. വിമലോടെ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞല്ലോ, ആളെ കാണുന്നില്ലല്ലോ. അബി, അബി, ഇത്ര നേരം എവിടെയായിരുന്നു? എത്ര തവണ വിളിച്ചു നിന്നെ? എന്താ കോൾ എടുക്കാത്തെ? ഒരു പ്രധാനപ്പെട്ട ജോലിയായിട്ട് പോയിരിക്കായിരുന്നു. അത്ര പ്രധാനപ്പെട്ട കാര്യം എന്തായിരുന്നു? അത്യാവശ്യത്തിന് വേണ്ടിയല്ലേ കോൾ ചെയ്തത്? ഫോൺ സൈലന്റിലായിരുന്നു. അബി, നീ കൊടുത്ത ഹാർഡ് ഡിസ്ക് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്നറിഞ്ഞ് വിമലിനെ കിഡ്നാപ്പ് ചെയ്തടി. എന്താടി, വിമലിനെ കിഡ്നാപ്പ് ചെയ്തു എന്നറിഞ്ഞിട്ടും നീ ഇങ്ങനെ സൈലന്റ് ആയിട്ട് നിൽക്കുന്നേ? എന്താ ചെയ്യണമെന്ന് ആലോചിച്ചോണ്ടിരിക്കുക. ആ അബി, അതേ നമ്പറിൽ നിന്ന് കോള് വരുന്നേ. ഞാൻ അബിയെ സംസാരിക്കുന്നേ. ഡേയ്, നിന്റെ വാട്സാപ്പിൽ ഒരു ഫോട്ടോ അയച്ചിട്ടുണ്ട്, നോക്ക്. എന്റെ ഹസ്ബൻഡിന് ഒന്നും സംഭവിക്കാൻ പാടില്ല. ഒറിജിനൽ ഹാർഡ് ഡിസ്ക് എന്റെ കയ്യിൽ തന്നെ ഉണ്ട്. ഞാൻ പറയുന്ന സ്ഥലത്ത് വന്നത് വാങ്ങിച്ചു. വലിയ സംഭവമാണെന്ന് വിചാരിച്ച് വീണ്ടും മണ്ടത്തരമൊന്നും കാണിക്കരുത്. സുനിൽ, ഹൈവേയുടെ അടുത്തുള്ള ഹോട്ടലിലേക്ക് വരാൻ പറ്റുമോ? ആ, വരാം. അബി, കെയർഫുൾ ഡി. ഓക്കെ, ഞാൻ നോക്കാം. ബൈ അബി. എന്താ പെട്ടെന്ന് വരാൻ പറഞ്ഞത്? സുനിൽ, നിന്റെ അടുത്ത് അഡ്രസ് തന്നെ അന്വേഷിക്കാൻ പറഞ്ഞിരുന്നില്ല. അവനെ പറ്റി എന്തെങ്കിലും വിവരം കിട്ടിയോ? അവനേതോ മുംബൈയിൽ വലിയ ഹാക്കറാന്ന് അറിഞ്ഞത് ചേച്ചി. പിന്നെ അവനെന്തോ പോലീസ് പിടിക്കാൻ പോകുന്ന അറിഞ്ഞിട്ട് അവിടെ നിന്ന് എസ്കേപ്പ് ചെയ്യാന്നാ കേട്ടത്. ഞാൻ ഇൻവെസ്റ്റിഗേഷൻ ചെയ്തതിൽ ഇത് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. ശരി, ഓക്കെ സുനിൽ, എനിക്ക് മറ്റൊരു ഹെൽപ്പ് കൂടി ചെയ്യാൻ പറ്റുമോ? ചേച്ചി പറഞ്ഞോ. ഓക്കെ, ഞാൻ നോക്കിക്കോളാം ചേച്ചി. ബൈ ചേച്ചി. ചേട്ടാ, അവളെ എവിടെ അന്വേഷണം കിട്ടിയില്ല. വരദാ, എന്താ വരദ, എന്റെ അടുത്താണല്ലേ നിന്റെ കളി? നീ ഒരു വലിയ ആളാണെന്ന് കരുതി നിന്റെ അടുത്ത് ഞാൻ ഹാർഡ് ഡിസ്ക് തന്നില്ലേ? വെറും ഒരു സാധാരണ പെണ്ണ് നിന്നെ നിന്റെ ആൾക്കാരെയും മണ്ടന്മാരാക്കിയിട്ട് പോയില്ലേ? നീ അതൊക്കെ അറിഞ്ഞിട്ടും ഒരു വിഡ്ഢിയെ പോലെ ഇരിക്കുകയാണല്ലേ. പക്ഷെ ഞാൻ അങ്ങനെ അല്ല വരദ. നിന്നെ പോലെ 100 പേരെ വിലക്ക് വാങ്ങിയിട്ട് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. ആ ഹാർഡ് ഡിസ്ക് എങ്ങാനും എന്റെ കയ്യിൽ കിട്ടിയില്ലെങ്കിൽ നിന്നെ നിന്റെ കൂട്ടാളികളെ വരദ, ഞാൻ കാണാൻ മാത്രം പെണ്ണ്, പക്ഷെ ഉള്ളുകൊണ്ട് ഞാനൊരാണാണ്. ആ ഹാർഡ് ഡിസ്ക് എങ്ങാനും പുറത്ത് ലീക്കായ നിന്റെ മരണം ആർക്കും തടയാൻ പറ്റില്ല. സർ, സാറിന് ഫോൺ. ഹലോ. നിന്റെ ഹാർഡ് ഡിസ്ക് എടുത്തോണ്ട് സെക്കൻഡ് മെയിൻ റോഡിലെ KL04 MN6602 സ്കൂട്ടിയിൽ പോയിക്കൊണ്ടിരിക്കുക. അവളുടെ ഫോട്ടോ നിന്റെ വാട്സാപ്പിൽ അയച്ചിട്ടുണ്ട്. നീ ആരാ? എടാ അജയ്. സാർ.
ഒറിജിനൽ ഹാർഡ് ഡിസ്ക് എവിടെയാടി? ഏയ്, ഒറിജിനൽ ഹാർഡ് ഡിസ്ക് എവിടെ? മര്യാദയ്ക്ക് പറ. ഡേ, നീ ആരാണ്? എന്തിനാണ് എൻ്റെ മോനെ കടത്തിയത്? ആരാണ് ആ ഹാർഡ് ഡിസ്ക് എടുക്കാൻ പറഞ്ഞത്? അതിലെല്ലാത്തിനും അപ്പുറത്ത് ഇപ്പൊ എനിക്ക് ആ ഹാർഡ് ഡിസ്ക് ആണ് മുഖ്യം. മര്യാദയ്ക്ക് ആ ഒറിജിനൽ ഹാർഡ് ഡിസ്ക് എനിക്ക് തന്നേക്ക്. ഇനിയും നീ സത്യം പറഞ്ഞില്ലെങ്കിൽ നിന്നെയും നിന്റെ ഫ്രണ്ടിനെയും നിന്റെ ഹസ്ബൻഡിനെയും ഒരാളെ പോലും വിടാതെ എല്ലാത്തിനെയും ഞാൻ കൊല്ലും. എന്റെ ഫോൺ എവിടെ? ഫോൺ നീട്ടി കഴിഞ്ഞ കയ്യിലെ കെട്ട് നിന്റെ തന്ത വന്ന് അഴിക്കോ? അഴിച്ചുവിടാ. ശരി ബോസ്. എന്താ നോക്കുന്നേ? ഇത് ഫോളോ ചെയ്ത് നിന്റെ ആൾക്കാരോട് പോവാൻ പറ. നിന്റെ ഹാർഡ് ഡിസ്ക് അവിടെ കിട്ടും. ഫോളോ മീ. Stop. Take right. Stop. This side. അതെ, തീർച്ചയായിട്ടും. കാരണം അഭി ഞങ്ങളുടെ കസ്റ്റഡിയിലാണ് ഇരിക്കുന്നത്. അഭി എപ്പോഴും നമ്മുടെ കസ്റ്റഡിയിലുള്ളത്. പക്ഷെ ആ കാര്യം അവൾക്കറിയില്ല. അവളൊരു പാവ. അവൻ ജീവനോടെ ഇരിക്കുന്നത് നമുക്ക് ആപത്താണ്. ഞാൻ തന്നെയാണ് അവനെ കാറ് കയറ്റി കൊന്നത്. കഴിഞ്ഞ പ്രാവശ്യം മിസ്സായിപ്പോയി. പക്ഷേ ഇത്തവണ മിസ്സാവരുത്. നീ വെറുതെ പേടിക്കണ്ട. എന്തിനാ ടെൻഷനാവുന്നേ? എൻ്റെ കൂട്ടുകാരനാ, ബോംബെയിൽ വലിയ ഹാക്കറാ. നമുക്ക് അവനെ പോയി കാണാം. ഫ്രണ്ട്ഷിപ്പിന് വേണ്ടി അവൻ എന്ത് വേണമെങ്കിലും ചെയ്യും. അവനെ കാണാനായിട്ട് വേഗം അറേഞ്ച് ചെയ്യും. ഓക്കെ ബേബി? ഓക്കെ ബേബി, ഞാൻ എല്ലാം റെഡിയാക്കാം. പറയേ, ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇവന്റെ അടുത്ത് നിന്ന് ഹാർഡ് ഡിസ്ക് മോഷ്ടിക്കണം. കാശ് തന്നതിന് ശേഷം നമുക്ക് 3 പേർക്കും ഈക്വൽ ഷെയർ ആയിട്ട് എടുക്കാം. പക്ഷേ ഈ പ്ലാനിൽ നമ്മൾ 3 പേരും ഡയറക്റ്റ് ആയിട്ട് ഇൻവോൾവ് ആവാൻ പാടില്ല. ഓക്കെ, 1 മാസം സമയം താ. ഈ പെണ്ണെ നീ പ്രേമിക്കണം. ഏയ്, ഈ പെണ്ണിന്റെ ഓപ്പോസിറ്റ് ഫ്ലാറ്റിലാ ഉള്ളത്. അറിഞ്ഞിട്ട് തന്നെ പറഞ്ഞത്. അല്ല, ഇവിടെ വെച്ച് എങ്ങനെ ഹാർഡ് ഡിസ്ക് എടുക്കാൻ പറ്റും? അവളെ പറ്റി എനിക്ക് നന്നായിട്ട് അറിയാം. ഒരു ഗെയിം അഡിക്റ്റാ. അത് മാത്രമല്ല, ഏത് കാര്യവും നേരിടാൻ അവൾക്ക് ധൈര്യമുണ്ട്. ഒരു പെണ്ണിനൊരുത്തനെ ഇഷ്ടപ്പെട്ട അവന് വേണ്ടി ജീവൻ വേണേ കൊടുക്കും. അങ്ങനെ ഒരു സ്വഭാവക്കാരിയാ. അവള് കളിക്കുന്ന ഗെയിം ഉപയോഗിച്ച് നമ്മുടെ പ്ലാനിൽ അവളെ കൊണ്ടുവരണം. ഇനി മുതൽ ഇത് ഇവളുടെ ഗെയിമല്ല, നമ്മുടെ ഗെയിമാ. എന്നാ തുടങ്ങാം. എക്സ്ക്യൂസ് മീ. യെസ്. നീ അബിയുടെ ഇമെയിൽ ഐ ഡി ചോദിച്ചിരുന്നില്ലേ? അവളുടെ റെസ്യൂമിൽ നിന്ന് എടുത്തതാ. ഗെയിം സ്റ്റാർട്ട് ചെയ്യാം.
കൊറിയർ വന്നിട്ടുണ്ടോ മാഡം? ഡെയിലി ഗുഡ് മോർണിംഗ്, ഗുഡ് നൈറ്റ്, ഗുഡ് ആഫ്റ്റർനൂണിലൊക്കെ തുടങ്ങി. ഹേയ്, അവളെ നമ്മളെ പ്രേമത്തിൽ വീണില്ലേ? സൂപ്പർ. എടാ ഇവരൊക്കെ ആര്? ഇതെല്ലാം മരിച്ചുപോയവരുടെ ഫോട്ടോയാ. അബിക്ക് മെയിൽ ചെയ്യാൻ വേണ്ടി റെഡിയാക്കിക്കൊണ്ടിരിക്കുക. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഗെയിം പ്ലാൻ ചെയ്യാൻ പോകുന്നത്. അളിയ, ഇന്നലെ മൂന്നാമത്തെ ഗെയിമിന്റെ ക്യാഷ് വരാത്തതുകൊണ്ടേ അബിയുടെ മുഖമൊന്ന് കാണണമായിരുന്നു. ഇതിന് മാത്രം ടെൻഷൻ അവൾ അടിച്ചിട്ടില്ല. വേണമെങ്കിൽ അവള് തന്നെ പോയി അവനെ കൊല്ലുമായിരുന്നു. യെസ്, നമ്മൾ കറക്റ്റ് റൂട്ടിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയാണ് നമ്മൾ ഗെയിം ആരംഭിക്കാൻ പോകുന്നത്. ഹലോ വിജയ്, അബി നിന്നെ ഫോളോ ചെയ്ത് വീട്ടിലേക്ക് വന്നിരിക്കുക. ഓക്കെ, ഐ വിൽ ടേക്ക് കെയർ. അബി നമ്മൾ വിചാരിച്ച കാര്യം ചെയ്താൽ മാത്രമേ അടുത്ത മൂവ് നോക്ക് ചെയ്യാൻ പറ്റൂ. ഞാൻ പറഞ്ഞതുപോലെ അടുത്ത നീക്കം നടത്ത്. അവളെ കൊല്ലാൻ വേണ്ടിട്ടെന്ന പോലെ ഞാൻ നിങ്ങളുടെ വീട്ടിൽ വരാം. 10 മിനിറ്റ് കഴിഞ്ഞ് നീ അവളെ രക്ഷിക്കാൻ വേണ്ടി അവിടെ വരണം. ആദ്യം ഇവിടുന്ന് രക്ഷപ്പെടാ. നീ പറഞ്ഞതുപോലെ ഫോൺ കാണിച്ച് ചോദിച്ചപ്പോ ആരോ എന്നെ അടിച്ചടാ. ഒന്നുമില്ലടാ, ഞാനാ ചെറുതായിട്ട് നിനക്ക് 2 തരാൻ പറഞ്ഞത്. അതിനിങ്ങനെയാണോ? അബിക്ക് നിന്നെ വിശ്വാസം വരണ്ടേ? അബി വരുന്നു, ഞാൻ പിന്നെ വിളിക്കാം. പ്രണവിനെ കിഡ്നാപ്പ് ചെയ്ത് അവന്റെ കയ്യിലുള്ള ഹാർഡ് ഡിസ്ക് എടുത്തോ. നീ വിജയോട് പറഞ്ഞ് വേഗം അത് എടുക്കാൻ നോക്ക്. ശരി ശരി, ഞാൻ നോക്കിക്കോളാം സ്വീറ്റ് ഹാർട്ട്. പറയൂ മേൽ. അബി ഹാർഡ് ഡിസ്ക് എടുത്തിട്ട് നിന്നെ കാണാൻ വരുന്നുണ്ട്. ഓക്കെ, ഞാൻ നോക്കിക്കോളാം. അബിയുടെ അടുത്തുനിന്ന് വിജയ് ഹാർഡ് ഡിസ്ക് അടിച്ചു മാറ്റി. നെക്സ്റ്റ് പ്ലാൻ എന്താ? നിന്റെ കയ്യിൽ ഹാർഡ് ഡിസ്ക് വന്നതിന് ശേഷം നീ വിജയ് അങ്ങ് കൊന്നേക്ക്. നീ എന്താ പറയുന്നത്? അവൻ നമ്മുടെ കൂട്ടുകാരനാ. ഈ ലോകത്ത് കാശ് വളരെ അത്യാവശ്യമാണ്. കാശിന് വേണ്ടി ആര് വന്നാലും അവനെ കൊന്നു കളയണം. മനസ്സിലായോ നിനക്ക്? ഓക്കെ ഓക്കെ, ഞാൻ ജോലി തീർത്തിട്ട് ഫോൺ ചെയ്യാം. എടാ വിമൽ, അബിയുടെ അടുത്ത് ഹാർഡ് ഡിസ്ക് എടുത്തടാ. സോറി ഡാഡിയ. എന്നോട് ക്ഷമിക്കളിയ, എനിക്ക് വേറെ വഴിയില്ല. അബി, ഏയ് ബേബി, അബി നമ്മളെക്കാളും സ്മാർട്ടാണ് കേട്ടോ. ഇത്തവണ ഫേക്ക് ഹാർഡ് ഡിസ്ക് നമ്മളെ പറ്റിച്ചിരിക്കുക. എന്ത് ഫേക്ക് ഹാർഡ് ഡിസ്കോ? നീ എന്ത് വേണമെങ്കിലും ചെയ്തോ, എനിക്ക് ആ ഹാർഡ് ഡിസ്ക് വേണം. അവളുടെ അടുത്ത് നിന്ന് എങ്ങനെ ഹാർഡ് ഡിസ്ക് വാങ്ങണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഐ വിൽ ലുക്ക് ഇൻടു ഇറ്റ്. ഹലോ. ഹേയ്, നിന്റെ ഫ്രണ്ട് എന്താ അത്രയ്ക്ക് സ്മാർട്ടാണോ? എനിക്ക് ഫേക്ക് ഹാർഡ് ഡിസ്ക് എന്നിട്ട് എന്നെ തന്നെ പറ്റിക്കാൻ നോക്കുകയാണോ? അവളുടെ ഹസ്ബൻഡിനെ ഞാനങ്ങ് പൊക്കി. അവിടെ പോയി പറഞ്ഞേക്ക് ഒറിജിനൽ ഹാർഡ് ഡിസ്ക് തന്നിട്ട് അവനെ ജീവനോടെ കൊണ്ടുപോകാൻ പറഞ്ഞേക്ക്. ഇല്ലെങ്കിൽ ശവമായിരിക്കും കിട്ടുക. ഒറിജിനൽ ഹാർഡ് ഡിസ്കുകളുടെ ലൊക്കേഷൻ അയച്ചിട്ടുണ്ട്. എന്താ നമ്മുടെ നെക്സ്റ്റ് പ്ലാൻ? ഇത് അബിയുടെ റിംഗ്ടോണല്ലേ? ഇതെങ്ങനെ ഇവിടെ? ഇത്രയും കാലം ഒരു ദ്രോഹിയാണ് എന്റെ കൂടെ ഉണ്ടായിരുന്നത്. ഇപ്പൊ നിനക്ക് ദ്രോഹി ആരാണെന്ന് മനസ്സിലായി. എന്ത് ചെയ്യാൻ പോവാ? എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചില്ലേ?
ദാ ഇങ്ങോട്ട് നോക്ക്. എന്താണെന്ന് പിടികിട്ടുന്നില്ല. സംതിങ് റോങ്. അവളെ വിട്ടേക്ക്. ഞാൻ പറയുന്നേക്ക് അവളെ വിട്ടേക്ക്. അവളെ ഒന്നും ചെയ്യരുത്. നിനക്ക് വേണ്ടത് എന്റെ കയ്യിലുണ്ട്. അവളെ വിട്ടേക്ക്. എടുത്തോ. You go. ഹാർഡ് ഡിസ്ക് പിടിക്ക്. വേഗം പോ നോക്ക്. ഈ ലോകത്ത് കാശിന് ഒരുപാട് ആവശ്യങ്ങളുണ്ട്. പൈസയ്ക്ക് വേണ്ടി ആര് വന്നാലും അവരെ കൊന്നേക്ക്. ഈ ലോകത്തിൽ നിന്നെക്കാളും വലുതായിട്ട് എനിക്ക് വേറെ ഒന്നും വേണ്ട വിമൽ. സോറി അബി, നിന്നെ മനസ്സിലാക്കാത്തതിന്. എങ്ങനെയുണ്ട് എന്റെ മാസ്റ്റർ പ്ലാൻ? Dad, it's also a fake hard disk. ഇതൊക്കെ നിന്റെ പ്ലാനാണെന്ന് വിചാരിച്ചോ? ഇതെന്റെ പ്ലാനാ. നിന്റെ ഹാർഡ് ഡിസ്ക് എടുത്ത ആള് സെക്കൻഡ് മെയിൻ റോഡിലെ സ്കൂട്ടിയിൽ പോയിക്കൊണ്ടിരിക്കുക. വണ്ടി നമ്പർ KL04 MN6602. അവളുടെ ഫോട്ടോ നിന്റെ വാട്സപ്പിൽ അയച്ചിട്ടുണ്ട്.
നിന്നെ ഞാൻ എന്താടി എന്റെ അടുത്താണ് നിന്റെ കളി? നീ എന്റെ കസ്റ്റഡിയിലാണെന്നുള്ള കാര്യം മറക്കരുത്. നിന്റെ ഹാർഡ് ഡിസ്ക് എന്റെ കസ്റ്റഡിയിലുള്ളത്, അത് നീയും മറക്കരുത്. നിക്കടാ, ഇനി ഇവളുടെ പ്ലാൻ എന്താണെന്ന് അറിയില്ല. ഇപ്പൊ ഹാർഡ് ഡിസ്കിന് എത്രയാ വേണ്ടത്? അപ്പൊ ആള് കുഴപ്പമില്ലല്ലോ. എപ്പോഴെങ്കിലും എന്നെ മനസ്സിലാക്കിയല്ലോ. Cool baby. Sit down, sit down. Okay. ഇപ്പൊ ഞാൻ ഡയറക്റ്റ് ആയിട്ട് ഒരു ഡീലിന് വരാം. നിനക്ക് ഹാർഡ് ഡിസ്ക് വേണം, എനിക്ക് ക്യാഷ് വേണം. സോ നീ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാ ഒരു 20 കോടി എനിക്ക് തരാണെങ്കിൽ ഹാർഡ് ഡിസ്ക് തന്നേക്കാം. നീ ആരോടാ സംസാരിക്കുന്ന അറിയോ? എന്താ ഇത്? ഇതിന് 20 കോടി രൂപയോ? സാറേ, തകരപ്പറമ്പിൽ പോയാല് ചീപ്പായിട്ട് വാങ്ങിക്കാം. ഇതിന് ഈ ബുള്ളറ്റ് വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ബോസ്, ഒരു 2000 രൂപ താ, ഞാൻ തന്നെ പോയി വാങ്ങിച്ചിട്ട് വരാം. എടാ ദുഷ്ടന്മാരെ, ആ ഹാർഡ് ഡിസ്കിന്റെ വില അറിയാതെയാണോ എന്നെ ഇങ്ങോട്ടേക്ക് നിങ്ങൾ തട്ടിക്കൊണ്ടുവന്നത്? എന്താ ബോസ്, അതിനെക്കുറിച്ച് ഞാൻ ഇവരോട് പറയട്ടെ? പറഞ്ഞോ. ഞങ്ങൾക്കെന്താ പേടിയാ? എന്താ ബോസ്? ഇപ്പൊ നീ ഇവനെ തല്ലിയില്ലെങ്കില് ഞാൻ തന്നെ ഇവനെ ഷൂട്ട് ചെയ്യും. എന്റെ അമ്മച്ചി, ലോജിക്ക് തെറ്റാണല്ലോ. മര്യാദയ്ക്ക് ഇവനെ അടിക്കുന്നുണ്ടോ ഇല്ലയോ? എന്നെ അടിക്കണമെങ്കിൽ ഇനിയൊരു ജന്മം നീ ജനിച്ചു വരണം. എന്തിനാണ് എന്നെ അടിച്ചേ? ഞാൻ നിങ്ങളിപ്പോ അടിച്ചില്ലെങ്കിൽ അയാള് നിങ്ങളെ ഇപ്പൊ ഷൂട്ട് ചെയ്യും. അതെയോ? അവനാളല്പം ബൾക്കാ. നീ തന്നെ അടിച്ചോ. അയ്യോ ആരെങ്കിലും രക്ഷിക്കണേ, അയ്യോ രക്ഷിക്കണേ. ഓപ്പൺ. നീ ചോദിച്ചത് മുഴുവനും ഉണ്ട്. ഹാർഡ് ഡിസ്ക് എവിടെ? ബേബി, ഞാൻ പറഞ്ഞ നമ്പറിലേക്ക് ഒന്ന് കോൾ ചെയ്തേ. ഇത്രയും സമയം പൂര തല്ലിയിട്ട് ഇപ്പൊ ബേബി അല്ലേ? ഫോൺ ചെയ്യാനൊന്നും എനിക്ക് പറ്റില്ല. ഞാൻ ഫോൺ തരാം, വേണമെങ്കിൽ നീ തന്നെ ചെയ്തോ. ആരാ നോക്കടാ. ആരാടാ നീ? സർ, മിസ്റ്റർ വരൻ ഒരാളിന് കൊറിയർ വന്നിട്ടുണ്ട്. വരട്ടെ സർ. എന്താ നോക്കുന്നേ? നീ ചോദിച്ച ഒറിജിനൽ ഹാർഡ് ഡിസ്ക്. ഇപ്പൊ ഞാൻ പോട്ടെ. എടീ, ഗവൺമെന്റിനിട്ട് പണി കൊടുക്കുന്നവനാ ഞാൻ. എന്റെ സ്ഥലത്ത് വന്ന് എന്റെ ഹാർഡ് ഡിസ്ക് എടുത്ത് എന്നോട് ഡീൽ സംസാരിച്ച് അത്ര പെട്ടെന്ന് പണവുമായിട്ട് പോവാന്ന് കരുതിയോടി നീ? ഇത്രയും പ്ലാൻ ചെയ്ത ഞാൻ ഇവിടുന്ന് പുറത്തു പോകാനുള്ള പ്ലാൻ ഇല്ലാതെ വന്നു നീ കരുതിയോ? തന്റെ സമയം കൊള്ളാലോ. തന്റെ ചെല്ല കുട്ടി ആ വീഡിയോ കോളില്. നോക്ക്. എന്താ, ഇനി ഞാൻ പൊക്കോട്ടെ? ബേബി, അയ്യോ, എന്നെ വിളിക്കുന്നു. സമയം പോയിക്കൊണ്ടിരിക്കല്ലേ, നമുക്ക് പോയാലോ? അവിടെ എന്തിനാ ബേബി നോക്കുന്നേ? ലക്ഷ്മി ഭദ്രമായിട്ട് എടുത്തോണ്ട് വെക്ക്. അയ്യോ, ഇവനെന്തിനാ ഇങ്ങനെ നോക്കുന്നേ? ബേബി, അയ്യോ, ഇനി എന്തിനാ വിളിക്കുന്നേ? നീ ഇട്ട പ്ലാന് ഞാൻ തീർത്തു. പിന്നെ നമ്മുടെ അടുത്ത പ്ലാൻ എന്താ? ഞാനിട്ട പ്ലാനൊന്നും ഇതെന്താ പുതിയൊരു കഥ? ടിപ്സോ? കൊണ്ടുപോയി ചായ കുടിക്ക്. അവനെ പിടിച്ചാത്തോണ്ടോടാ. അയ്യോ, എന്നെ പിന്നെ പൊക്കിക്കൊണ്ട് പോവാണല്ലോ.
വെച്ചാ നീ സാധാരണയായിട്ട് കണ്ടല്ലേ. കാട്ടിലെ രാജാവ് ആൺസിംഹമാണെങ്കിലും വേട്ടയാടുന്നത് പെൺസിംഹമാടാ. ഇനി കിടന്ന് ഒച്ച വെച്ചിട്ട് എന്താ കാര്യം? അവള് പണവും എടുത്തോണ്ട് ആപ്പ് വെച്ചിട്ട് പോയില്ലേ? കോൺസ്റ്റബിൾ, ആരാ ഇയാൾക്ക് ഫോൺ കൊടുത്തത്? ഫോൺ വാങ്ങ്. എന്താടി വിമലിനെ കിഡ്നാപ്പ് ചെയ്തോന്ന് പറഞ്ഞിട്ടോ നീ ഇങ്ങനെ സൈലന്റ് ആയിട്ട് നിൽക്കുന്നേ? എന്തു പറ്റി അബി? എന്താ കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്നേ? വിമലിനെ ചതിക്കായിരുന്നടി. ഇനിയിപ്പോ എന്താ ചെയ്യാൻ പോകുന്ന അബി? അവര് രണ്ടുപേരും കൂടി എനിക്കിട്ട പ്ലാൻ, അതേ പ്ലാൻ തന്നെ ഞാൻ അവർക്കിട്ടിടാൻ പോവാ. നിങ്ങൾ ഈ ഗോഡൌൺ തുടർച്ചയായിട്ട് വാച്ച് ചെയ്യണം. ഹാർഡ് ഡിസ്ക് എടുക്കാനായിട്ട് ആര് വന്നാലും അവരെ പൊക്കി നമ്മുടെ കസ്റ്റഡിയിൽ വെക്കണം. പ്രിയ, സുനിൽ നിനക്ക് ഫോൺ വിളിച്ച 10 മിനിറ്റിന് ശേഷം നീ പോലീസിനും വിജിലൻസിനും കോൾ ചെയ്ത് ഞാൻ പറഞ്ഞ സ്ഥലത്തേക്ക് വരാൻ പറയണം. ഈ ഹാർഡ് ഡിസ്ക് അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആണെങ്കിൽ അത് ആവശ്യമുള്ളവൻ എന്നെ തേടി വരിക തന്നെ ചെയ്യും. ഈ പ്ലാൻ സക്സസ് ആകണമെങ്കിൽ അവൻ എന്നെ അന്വേഷിച്ചു വരുന്നതിനേക്കാളും ഞാൻ അവനെ അന്വേഷിച്ചു പോകുന്നതായിരിക്കും നല്ലത്. സുനിൽ, ഇതൊരു പ്രധാനപ്പെട്ട ഹാർഡ് ഡിസ്ക് ആണ്. നിന്റെ ഫോണിങ്ങെത്താ. ഇതിലുള്ള GPS ഫോളോ ചെയ്ത് ആ സ്ഥലത്ത് വന്ന് നീ വെയിറ്റ് ചെയ്യണം. ഞാൻ നിന്റെ ഫോണിൽ 2 times മിസ് കോൾ തരും. അപ്പൊ നീ അവിടേക്ക് വന്ന് ഈ ഹാർഡ് ഡിസ്ക് അവിടെയുള്ള ആളുടെ കൊടുക്കണം. സുനിൽ, ഞാൻ വളർന്ന അനാഥാലയത്തിലേക്ക് കാശ് കൊടുത്തേക്കണം. സൂക്ഷിച്ച. നമ്മുടെ അടുത്ത പ്ലാനോ? അതെന്താണെന്ന് ഞാൻ പിന്നെ പറയാം. പ്രധാന വാർത്തകൾ. ഇന്ന് തലസ്ഥാനത്ത് നടത്തിയ ED റെയ്ഡിൽ വരദൻ എന്ന ആളുടെ വീട്ടിൽ നിന്നും ചില പ്രധാനപ്പെട്ട ഡോക്യുമെന്റ്സ് ED ഉദ്യോഗസ്ഥർ കണ്ടെടുത്തിട്ടുണ്ട്. ഇതുമൂലം ഇന്ത്യയിലെ പല പ്രധാനപ്പെട്ട ആളുകളും പിടിയിലാവാൻ സാധ്യതയുണ്ട്. അവരുടെ അടുത്തു നിന്നും കണക്കിൽപ്പെടാത്ത കോടിക്കണക്കിന് രൂപയുടെ കള്ളപ്പണവും കണ്ടെടുത്തു വരികയാണ്.